ആരും പറഞ്ഞില്ല. മഗ്ഗാണോ രാത്രി ഉമ്മാർക്ക് ഉറക്കമില്ല, പോയി കിടന്ന് ഉറങ്ങിയിട്ടാണത്. ആരും പറഞ്ഞില്ല. മഗ്ഗ വ്യൂസ് കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നുണ്ട്, പയ്യ വരും. ഫിൽറ്റർ എങ്ങനെയുണ്ട്? വേറെ ഒരു ഫിൽറ്റർ കിട്ടില്ല. കണ്ണാപ്പി ഫിൽറ്റർ എടുത്തിട്ടേക്കണോ? ഞാനൊക്കെ ഒന്ന് ലുക്കട വരും. ഹലോ ഗായ്സ്, നമ്മളെത്തി. നീ ഏതാടോ നായെന്ന്? അനന്ത് ഫാൻസ് മോനെ അനന്തു. എന്തോ പേരും പറഞ്ഞു. ഹായ് ഹായ് നന്ദിനി, ഹൗ ആർ യു? ഹായ് നന്ദു, ഹായ്. ഫിൽറ്റർ വേറെ കണ്ണാപ്പിട്ടടി. ഞാൻ ആയിട്ടല്ല ഫിൽറ്റർ. ഈ ഫിൽറ്റർ കൊള്ളാം, നല്ല രസമുണ്ട് കണ്ണ കാണാൻ. പിന്നെ സുഖം. കെവിൻ എന്ന് പറ. ഹായ് കെവിൻ. കെവിൻ എന്ന് പറ. കെവിനെ, എൻ്റെ കൂട്ടറിൻ്റെ പേര് കെവിൻ എന്നായിരുന്നു ഞാൻ ഒരു ഷോപ്പിൽ പോയിക്കൊടുന്ന സമയത്ത്. പിന്നെ മനീഷ. ഹായ് മനീഷ. എന്റെ പേര് പറ. എൻ്റെ പേര് പറ. രജിത. ഞാൻ അവളെ പേര് രജിത. പെട്ടെന്ന് കിട്ടിയില്ല. രജിത്ത് എന്നല്ല, രജിത. രജിത. രജിത നമ്മുടെ ഈ സിനിമയല്ലേ പേരല്ലേ മറ്റേ? ഹോയ് നന്ദിച്ചേട്ടോ സുഖാണോ? ആ ഒരാളെങ്കിലും എന്നെ കുറിച്ച് അന്വേഷിച്ചില്ലട്ടോ. സുഖടാ, നന്ദിയുണ്ടേ. അനന്തചേട്ടന്റെ ഫാനാണ് എല്ലാരും. ഫിൽറ്റർ എടുത്ത് മാറ്റാ. ഇത് മതി, ഫിൽറ്റർ കൊള്ളാം. ഗൈസ് എങ്ങനെയുണ്ട്? സുഖമാണോ? നമുക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. അമ്പതുണ്ടോ? ഇറങ്ങടാ ഉള്ള ലൈവിലൊന്ന് പൈസ വയ്ക്കാൻ വേണ്ടിട്ട് ഓർറ. ഹായ് 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 ചേട്ടാ, ഡാൻസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇതിന് റിപ്ലൈ തരണേ. താങ്ക് യു അഖില. താങ്ക് യു അഖില. താങ്ക് യു സോ മച്ച്. ലൈവിൽ 118 പേരാ. ഫിൽറ്റർ ഇപ്പോൾ അമൃത. പിന്നെ അല്ല, ഫിൽറ്റർ സീനാണ്. എടാ എടുത്ത് മാറ്റാ ഫിൽറ്റർ. എല്ലാവരും നമ്മളങ്ങനെ ആയില്ല. പച്ച വിട്ട് പ്രശ്നം. കൈസ് കൊള്ളത്തില്ലേ കൈസ്? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ നിങ്ങൾ വേറെ വല്ലതും പറയൂ. ഇതാണ് ഗ്രീൻ ഹൗസ്. എടാ ഇവർക്ക് ആർക്ക് എന്നെ അറിയണമെന്നുണ്ടോ? ഞാൻ പോകണ്ട. ഞാൻ പോകണ്ട. ഏതൊരു നായെന്ന്. കണ്ടത്തിലെ മനാഫ് ഇക്കാടെ അയ്യമ്മ അറിയാമോ? എനിക്കറിയാം. കണ്ടത്തിലെ മനാഫ് ഇക്കയുടെ അയ്യമ്മ എന്തിര്? ഇപ്പൊ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റില്. എടാ ഇതിനെ മറ്റേ ഫേസ്ബുക്കിലെ പണ്ടത്തെ കിടിലെ മറ്റേ ചുണ്ടൊക്കെ ചുവന്നിട്ട്. ഇത് മാറില്ലടാ സാധനം. ഇത് തന്നെ. അത് തന്നെ. അയ്യോ കൊറേ പോയല്ലോ. ഇതിന്റെ വെട്ടം കുറഞ്ഞ പോലെ എനിക്കൊരു ഫീൽ അടിക്കുന്നു കേട്ടോ. ഇതിന്റെ ഹായ് ഒഴിവാക്കിട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കൂ ഗൈസ്. എന്റെ പേര് പറ. ലിനു. എന്റെ പേര് പറ ലിനു. ഹായ് ലിനു. എനിക്ക് വേറെന്തോ ലൈനൊന്നൊന്ന് കണ്ടോ? ലൈനില്ലല്ലേ, പിന്നെ നോക്കണം. മാറങ്ങോട്ട്. റൂട്ട് മാർച്ചിന് പോയില്ലേ? നമ്മളങ്ങനെ പാർട്ടി ഇല്ല ഗൈസ്. RSSന്റെ യവൻ കൊറേ നാളുണ്ടായിരുന്നു. എന്റെ പേര് നന്ദിച്ചേട്ടാ. ഫുഡ് കഴിച്ചു? ഇല്ലടി കഴിച്ചില്ല, ഇനി വേണം കഴിക്കാൻ. അതെന്തൊരു സ്വഭാവമാണ് നന്ദിനി. ഞാൻ ഇവിടെ ഓർത്ത രണ്ടുപേരും കഴിച്ചാന്ന് ചോദിക്കണ്ടേ? ഒരു മര്യാദ വേണ്ടല്ലേ? മര്യാദൊക്കെ വേണ്ടേ? ഹായ് ബ്രോ, ഡാൻസ് ഒക്കെ പൊളിയാണ്. താങ്ക് യു അന്നപ്രേമ. എന്തോ കണ്ടില്ല. അനന്ത് ചേട്ടാ ഡാൻസ് സൂപ്പറാ. താങ്ക് യു. കൊറേ നാളായല്ലേ അനന്ത് ലൈവ്? ഞാൻ ഒരുപാട് നാളായി ലൈവ് കയറിയിട്ട്. ഒരുപാട് നാളായി. ഞങ്ങൾക്ക് ടൈം കിട്ടണല്ലോ. കട കഴിഞ്ഞിട്ട് വീടെത്തുമ്പോൾ തന്നെ 10 വേണം. പിന്നെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും. പിന്നെ രാവിലെ 7:30 പോയി കട തുറക്കും. ചേട്ടാ ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഏത് ഫോട്ടോ? താഴോട്ട് ഫോട്ടോ എടുത്ത അയച്ചതാ. ഏത് ഫോട്ടോ? ഞാനാണോ? ഓർമ്മയില്ലടാ. കൊറേ ഫോട്ടോ എടുത്ത് എല്ലാം ഡിലീറ്റ് ആയി. സോറിടാ. എടാ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കും, എന്തെങ്കിലും ഇൻട്രസ്റ്റ്. താങ്ക്സ് ഭാവി. എന്തെങ്കിലുമൊക്കെ എടാ നിനക്ക് ഫുൾ മുമ്പിളരാണല്ലോടാ. കാർത്തിക. സുഖാണോ ചേട്ടന്മാരെ? സുഖമായിട്ടിരിക്കുന്നു. ഹായ് നന്ദി ചേട്ടാ. ഹായ് സിയാസ് ചേട്ടാ. സുഖമാണോ? സുഖം. രണ്ടുപേരും ഒന്ന് അന്വേഷിച്ചടാ എന്നെ. നന്ദിയുണ്ടോ? എന്റെ ലൈവ് അന്വേഷിച്ചത്. ചേട്ടാ പേര് പറയാമോ? 4 പേര്. ചേട്ടാ പേരാ ചോദിച്ചോടെ പേരായിരിക്കും. അച്ചു 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 UX. അനന്തൂസ ഇറങ്ങ്. നിന്നെ ഇവിടെ വേണ്ട. മറ്റേ കൊല്ലം മറ്റവള് നീ വീഡിയോ എടുത്തില്ലേ മുന്നേ പണ്ട്? മറ്റേ വാപ്പിള വാപ്പിളടാ. അനന്ത് ചേട്ടാ സീൻ ഡാൻസ്. താങ്ക് യുടാ.
അനന്തു ചേട്ടാ ഒരു റിപ്ലൈ ഇല്ല. എന്തോന്നടേ അതാരടാ? അഭിലാഷ് കൃഷ്ണ. അഭിലാഷേ മോനെ ഹായ്. എന്താണ് പരിപാടി? സ്ഥലം എവിടെ ബ്രോ? അവരാണെന്ന് തോന്നുന്നു. ചേട്ടാ സോറി ചേട്ടാ. അന്ന് മാനവ്യം വെച്ച് അയ്യോ ബ്രോ, മാനവ്യത്തെ വെച്ച് കണ്ട കേസൊന്നും പറയല്ല. നമ്മള് മാനവ്യത്ത് നമ്മളവിടെ സ്ഥിരം പെട്ടെടുക്കണമെന്നുള്ളതുകൊണ്ട് അവിടെ എല്ലാരും. ഞാൻ ലൈവ് മാത്രമേ പോകുള്ളൂ. ഞാൻ പോകുന്നില്ല ഇപ്പൊ അങ്ങോട്ട്. ഞാൻ ഉണ്ടെങ്കിൽ അവനും കാണും അവിടെ. അമൃത ചേട്ടൻസ് ഹായ്. ഹായ് അമൃത. ചേട്ടന്മാരൊന്നുമില്ല. ചേട്ടന്മാർ നമ്മളെ മറ്റേ കാര്യം പറ. ഏത്? നമ്മളൊരു പരിപാടി തുടങ്ങിയില്ലേ? ഏത് പരിപാടി? ഇറങ്ങടാ ലൈവ്. എടാ എന്തോ വായിക്കടാ പിള്ളേരെ ഇങ്ങനെ. മച്ചാനെ കഴിച്ചോ? ഇല്ലടാ കഴിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഞാൻ എല്ലാ വീഡിയോയും കാണും. സൂപ്പറാണ്. താങ്ക് യു ചേച്ചി. കാന്താരി ചേച്ചി. ഇതായാലും ഞാൻ മറ്റവൻ അയക്കുന്നു. ഞാൻ കുറെ നേരം കൊണ്ട് നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്. ഞാൻ ഒരു ഹായ് ആയിക്കിട്ട് നിങ്ങളുടെ ഫോളോവറായ എന്നെ നിങ്ങൾക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാട്ടക്കട കിള്ളി ഞാനും ഉണ്ട്. ചേട്ടാ ആർക്കാ മെസ്സേജ് ഇട്ടാ അത് പറ. അതാണ് സംസാരിക്കാം. അതിൽ ആർക്കാ മെസ്സേജ് എന്ന് പറ. അനന്തുനാണോ നന്ദുനാണോ? കള്ളക്കടയാടി. അവളാണ്. അവളെ പറയുള്ളൂ. ഇറങ്ങടി. എനിക്ക് റിപ്ലൈ ഇല്ല. നിനക്കറിയാടാ? അനന്ത് ബ്രോ സുഖാണോ? സുഖം. സുഖമായിട്ടിരിക്കുന്നു ഗൈസ്. അനന്ത് മറ്റേ കാര്യം സുഖം. നന്ദു ചേട്ടൻ മറന്നു. നന്ദുചേട്ടൻ മറക്കും. നന്ദുചേട്ടൻ എത്ര പെമ്പിള്ളേരെ വീഡിയോ എടുക്കണം. ചേട്ടൻ മറക്കും. ഓർമ്മയില്ല. ചേട്ടാ ഒരു ഹായ് തരാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ അടിച്ചു. എടാ ഗുഡ് നൈറ്റ്. ഞാൻ ചേട്ടന്റെ ഡാൻസ്. നിന്റെ ലൈഫ് ഫുള്ളും പെമ്പിളരാണല്ലോ. പയ്യന്മാര് കുറവാണ്. അനന്ത് ബ്രോ എന്നെ മനസ്സിലായോ? പെട്ടെന്ന് കണ്ട മനസ്സിലാകത്തില്ലായിരിക്കും. ആൽബിൻ ഡേവിഡ് എന്തോ ബ്രോ ഈ DP ഒക്കെ ചെറുതായിരിക്കുന്നുണ്ട്. നമ്മളെന്തായാലും തുടങ്ങിയെന്ന് പറഞ്ഞ നമ്മളിപ്പോ എന്തിനാണ് എടുത്തോണ്ടിരുന്നത്? നിന്റെ കാര്യമല്ലേ നീ പറ. നിന്റെ പിള്ളേടുത്ത് പറ. എന്നെ നമ്മൾ ആർക്കും വേണ്ട. മൈൻഡ് വിളിച്ചല്ലോ. എല്ലാം അനന്ത് ചേട്ടാ സുഖമാണോ? അനന്ത് ചേട്ടാ ഒരു മര്യാദയില്ല. ചേട്ടാ ഹായ് പറയാ. നിനക്കെങ്കിലും എന്റെ സ്നേഹം ഉണ്ടല്ലോ ദിവ്യ. കൊറേ നേരം ഞാൻ വന്നിട്ട് ചേട്ടാ FF കളിക്കുമോ? ഇല്ലടാ ഞാൻ കളിക്കും. ഞാൻ പബ്ജി കളിക്കും. പബ്ജി കളിക്കാറിയുന്നുണ്ട് ഗൈസ്. ഞാൻ മുന്നേ കളിക്കാൻ ഇപ്പൊ നിർത്തി. ചേട്ടാ എന്താ എടാ വായനടാ അതൊക്കെ. ചേട്ടാ എന്താ പേര്? അനന്തു എന്നാ? എന്റെ പേര് അനന്തു. എന്റെ പേര് നന്ദു. നന്ദു. അതെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വേണ്ടല്ലേ സ്ട്രീറ്റ് വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യും. പറഞ്ഞു പറയാനത്. ചേട്ടാ ഞാൻ കുറെ നേരമായി മെസ്സേജ് ചേട്ടന്റെ ഫോളോവർ ആണ്. എന്താ ചേട്ടാ തിരിച്ച് ഫോളോ ചെയ്യാത്തത്? ഇവ എങ്ങനെയല്ല. ഇവ ആരെ ഫോളോ ചെയ്യില്ല. എനിക്ക് സെക്കൻഡ് അക്കൗണ്ട് എന്റെ ബയോയില് അനന്ത് സെക്കൻഡ്. അതിൽ നിങ്ങൾ ഇതിന്റെ പേരെന്താ ബ്രോ? പേരെന്താ? അതിന്റെ പേരെന്താ? നീ എനിക്ക് ഫോളോ ചെയ്യണം. എന്നെ ഫോളോ ചെയ്യും. നെമീസ് നന്ദു. ഞാൻ രണ്ടാളുടെ വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് 2 ചേട്ടന്മാരെ ഭയങ്കര ഇഷ്ടം. താങ്ക് യു അനു. താങ്ക് യു. എനിക്ക് നമ്മളെ കണ്ണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് പറ. എന്നാ ഇപ്പൊ മനസ്സിലാക്കല്ലേ? ഇപ്പൊ ബേക്കറിക്ക് നോക്കും. ഇപ്പം പറ ഏതാണ്? എന്തിനാണ് ഒരാളെ കുറയ്ക്കണേ? നിങ്ങളെ രണ്ടുപേരും കാണാൻ നല്ല ബ്യൂട്ടിയാ. ഓ ഫിൽട്ടർ. ഈ സത്യം പറയല്ലേ റീൽ കാണിച്ചെന്നാ നീ ഓടും. റീൽ കാണിച്ചു എന്തിനും പറയാ. അതെന്നെ അറിയില്ലേ? ഇത് റിയലാ. അപ്പൊ നമ്മള് ആയില്ല. ഇപ്പഴാണ് പണ്ടായി. ഇരുന്നവനും കൊള്ളാം, നിന്നവനും കൊള്ളാം, വന്നവനും കൊള്ളാം. ചേട്ടാ നിങ്ങൾക്ക് ലൈൻ ഉണ്ടോ? പേരും കണ്ട നല്ല ബ്യൂട്ടിഫുൾ. കഴിഞ്ഞു. അത് 2 വർഷം കോമഡി കഴിഞ്ഞിട്ട് എനിക്ക് ലൈനൊന്നുമില്ല. എവനും ഇല്ല. ഇന്നലെ എന്റെ ഒരു വീഡിയോ ഇറങ്ങി. അത് എന്നെ കൂടെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ഇന്നലെ ഒരു വീഡിയോ ഇറങ്ങിയിട്ട് എനിക്ക് ലൈനുണ്ട് ഇല്ല വീഡിയോക്ക് വേണ്ടിട്ട് നമ്മൾ വേണമെങ്കിൽ സ്റ്റോറി ഇടാതെ സ്റ്റോറി ഇട്ടത് വേണ്ട. അവന്മാർക്ക് അത് പാവം. പട്ടം വെച്ച് എവളെ മനസ്സിലായില്ലേ? എവളെ ഇനി മനസ്സിലാവണവരോ മെസ്സേജ് അയച്ചോണ്ടിരിക്കും. ഇവിടുന്ന് എടാ മറ്റവളടാ. അയ്യോ കാര്യം പറഞ്ഞല്ലേ. എടാ നമ്മളൊരിക്കൽ കേശവസ്ഥ പണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോ 2 പെമ്പിളേര് വന്ന് നമ്മൾ ഓടിപ്പോയി എടുത്ത് ഓർമ്മയുണ്ടോ? വെളുത്തിട്ട് ഇവിടെ എന്ത് കുത്തുള്ള അതാണെന്ന് തോന്നുന്നു. അതേനെ മനസ്സിലായോ? കൊല്ലത്തുള്ള. ഇപ്പൊ മനസ്സിലായി. മറ്റേത് പഠിക്കണം ശാസ്ത്രം. ഇവിടെ എന്ത് പഠിക്കണം? നേഴ്സിംഗ്. എവള് അന്ന് നമ്മ കല്യാണത്തിന് പോയിട്ട് പായസത്തിന് കടല പായസത്തിന് കടലില്ലാന്ന് പറഞ്ഞ അടക്കം അടിയുണ്ടാക്കി. മനസ്സിലായി. ഇവള് നിന്റെ ഇപ്പോഴും ഉണ്ടാടാ. എന്നിട്ട് ഓരോ അപരാധം പിടിച്ച റീലൊക്കെ എനിക്ക് അയച്ചത്. ഞാൻ ബ്ലോക്ക് അടിച്ചിട്ട് വേറെ കൊണ്ടിരുന്നത് വെച്ചു. അനിയൻ പൊളിയാന്ന്. അതെന്താട്ടാ അങ്ങനെ ഒരു സംസാരം? കൊള്ളാടാ. ഒരു ഹായ് പറഞ്ഞൂടെ? എന്തൊരു ജാടയാ. ഹേ
ജാടയിട്ടാ അലീന. ഈ ഹായ് കിട്ടി നമ്മൾ എങ്ങനെ കൊറേ ഹായ് പറഞ്ഞത്. അതെ ബ്രോ, നിങ്ങള് എന്തെങ്കിലും ചോദിക്കും അല്ലെങ്കിൽ ചോദിക്കുക. 132 ലൈവ് ഉണ്ട്. ഇവർക്കാർക്കും ഉറക്കില്ലടാ. നമുക്കില്ലല്ലോ ഉറക്കം. 10:45 കിടന്ന് ഉറങ്ങണം. അത് ശരിയാ. ഗേൾസിന് മാത്രമേ റിപ്ലൈ കൊടുക്കൂ. ഗേൾസ് മാത്രമേ ബ്രോ ഇത് ഈ ലൈവിലുള്ളൂ. ഞാൻ എന്ത് ചെയ്യേ? നീ ഇങ്ങനെ വെറൈറ്റി ചെയ്യുമ്പോ നമ്മളായിരിക്കും സെയ്തല്ലേ എന്റെ പേര്. അതെ. അനന്ത് സുരേഷിന് അറിയാമോ? സുരേഷ എനിക്ക് ആകെ ഒരു സുരേഷിന് അറിയാം. എന്റെ കുഞ്ഞമ്മയുടെ ഭർത്താവാണ് സുരേഷ്. സുരേഷ് ഇല്ലാട്ടോ, അറിഞ്ഞോ ബ്രോ? അഭിലാഷ് കൃഷ്ണ ഷോപ്പ് കേസ് ചെയ്ത് ഷോപ്പ് ക്ലോസ് ചെയ്തോന്ന് ചെയ്തടാ. മണി 10 ഞാൻ 9:30 10 മണി വരെ ഉണ്ട്. 9:30 ആകുമ്പോ അച്ഛൻ വരും. അപ്പൊ പിന്നെ അച്ഛൻ ഏറ്റെടുത്തിട്ട് അച്ഛൻ അടച്ചിട്ട് വരും. ഞാൻ രണ്ടാളെയും വീഡിയോ കാണാറുണ്ട്. എനിക്ക് 2 ചേട്ടന്മാരെ ഭയങ്കര ഇഷ്ടം. ഇത് നേരത്തെ നമ്മൾ വായിച്ചാണല്ലോ. കോപ്പി പേസ്റ്റ് ചെയ്താണ് ഈ കള്ളി. അതെ അതെ. ഓർഡർ ബ്രോ കിള്ളിയിലാണോ വീട്? അതെ. ഹായ് ചേട്ടാ. ഹായ് അനന്തു ബ്രോ. മറ്റേ ഹർഷ ഹായ് എടാ. സുഖാടാ. മനസ്സിലാവുന്നോ? അയ്യോ അവനറിയാം. നന്ദുവേ സുഖാണോ? സുഖം. നിനക്കെങ്കിലും എന്റെ സ്നേഹം കൊണ്ടല്ലേ. അവളെ പേര് വായിക്കിട്ട് റോസേ. എന്റെ അടുത്ത് എടാ ഈ ലൈവ് വന്നിട്ട് 2-3 നേരം എന്നെ തിരക്കുക. റിപ്ലൈ താ ബ്രോ. റിപ്ലൈ എല്ലാവർക്കും കൊടുക്കല്ലേ ബ്രോ? നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഹായ് മാത്രമേ നേരമായി. എടാ അതായത് കൊറേ നേരമായി. അമ്മു ഹായ്. അവിടെ ഫുഡ് ഞാൻ എത്ര സമയമായി ഹായ് ചോദിക്കുന്നു. ഹായ് വിവേക്. ഹായ്. എടാ നിങ്ങൾ എന്തെങ്കിലും വെറൈറ്റി അടിച്ചു ചോദിക്കും. നിങ്ങൾ മറ്റു കാര്യം പറയാം. എല്ലാവരും അപ്പൊ ഗായ്സ് നമ്മളാണെങ്കിലേ വേറൊന്നുമില്ല. എന്റെ അക്കൗണ്ടിൽ ഇവന്റെ അക്കൗണ്ടിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ ചെറിയ ഇങ്ങനെ നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് വീഡിയോ ആക്കി ഇടും. ചെറിയൊരു 10 മിനിറ്റുള്ള ഒരു വ്ളോഗ് പോലെ അല്ലേ? അതെ പറ. അതായത് സംഭവം നമ്മളെ പറ്റി രമണ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. അതായത് പറയട്ടാ നീ പറ. ഞാൻ പറയാം. ഇവ എന്റെ അനിയനാണ്, ഞാൻ ഇവന്റെ ചേട്ടനാണ്. അങ്ങനല്ല, കുറച്ചുപേർക്കൊക്കെ ഡൗട്ട് ഉണ്ട്. നമ്മൾ തമ്മിലുള്ള ഇതെന്താണ്, ഫ്രണ്ടാണ് കസിനാണ് അങ്ങനെ ചോദിക്കണവർക്ക്. പിന്നെ നമ്മൾ എങ്ങനെ ഇതിലോട്ടൊക്കെ വന്ന് അങ്ങനെയൊക്കെ കുറെ ചോദിക്കണുണ്ട്, മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കണുണ്ട്. അപ്പം നമ്മൾ അതിനെ വെച്ച് ചെറുതായിട്ട് ഒരു ഇനി ഡെയിലി എന്തെങ്കിലും ഒരു ടോപ്പിക് പറഞ്ഞ് നമ്മളത് ഇടാം. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് നമ്മളെടുത്ത് പറയണം. അതായത് ഇപ്പം എന്തോന്ന് പറയാ, ഇപ്പൊ ഈ എന്തോന്ന് ലവർ ഉണ്ടോ അങ്ങനത്തെ ഇത്, അല്ലെങ്കിൽ ബെസ്റ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മതം ജാതി ഈ ദൈവം ഉണ്ടോ, അങ്ങനത്തെ ഏത് ടോപ്പിക് ആയാലും നമ്മളതിനെ പറഞ്ഞത് ഇടും. പിന്നെ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് അത് നിങ്ങൾ നമ്മളെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നാളെ മറ്റന്നാളെ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ, എവന്റെ സെക്കൻഡ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യും. വലിയ കഥ വയ്ക്കല്ലേ, ഞാൻ പറയാം ഗൈസ്. വേറെ ഒന്നുമില്ല, നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് നമ്മളെ കൂടെ അറിയാമെങ്കിൽ ടോപ്പിക് വല്ല കമന്റ് ഇട്ടെങ്കിൽ നമ്മൾ അതൊരു വീഡിയോ ആക്കാം. അത്രേ ഉള്ളൂ. പിന്നെന്താ, ദിവ്യ നന്ദിച്ചേട്ടാ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടേ. താങ്ക്സ് മുത്തേ, താങ്ക് യു. നിങ്ങൾക്ക് സ്ഥലം എവിടെയാ? എല്ലാവരും ട്രിവാൻഡ്രത്താണ്. ഈ ലൈവ് എത്ര പേര് എവിടെ ഇരുന്ന് കാണണം എന്ന് പറയാല്ലേ? ലൊക്കേഷൻ നിങ്ങൾക്ക് എവിടെയാണെന്ന് ലൊക്കേഷൻ അടിക്കൂ. ഹലോ ചേട്ടന്മാരുടെ വീഡിയോ സൂപ്പറാ, താങ്ക് യു. എന്നെ തിരിച്ച് ഫോളോ ചെയ്യുമോ നന്ദു ചേട്ടാ? സെക്കൻഡ് അക്കൗണ്ടിലെ മെസ്സേജ് ഇട്ടാൽ മതി. ഫസ്റ്റ് അക്കൗണ്ടിൽ ഞാൻ ആരും ചെയ്യുന്നില്ല. വേറൊന്നുമില്ല, വേറൊന്നുമല്ല. ഒരാളായിട്ട് എങ്ങനെയാണ് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യണം, ഇല്ലെങ്കിൽ ആരും ചെയ്യില്ല. അത്രേ ഉള്ളൂ. സെക്കൻഡ് അക്കൗണ്ടിൽ മാക്സിമം വേറെ ചെയ്യണുണ്ട്, അത് ഫോളോ ചെയ്താൽ മതി. അടുത്ത് കൊള്ളാമടാ, നിങ്ങളുടെ 2 പേരുടെ ലൈഫ് സ്റ്റോറി 2 പേരിൽ ഫോളോ ചെയ്യുക. ഇത്രയും നേരം ഇത്രയും വലിയ മെസ്സേജ് കിട്ടിയിട്ടും നിങ്ങൾക്ക് 2 പേർക്കും കാണാൻ പറ്റിയില്ലെങ്കിൽ സോറി, ആണുങ്ങൾക്ക് വിലയില്ല. ഈ ചേട്ടന് നമ്മൾ റിപ്ലൈ കൊടുത്തതാണല്ലോ, പിന്നെന്താണ് ചേട്ടാ? പിന്നെന്താണ്, എന്താ പ്രശ്നം? നമ്മളെ ചേട്ടൻ എന്തോ നേരത്തെ എന്താ പറഞ്ഞ വേറെ എന്താ ഹംബിൾ ലെവൻ അടി അങ്ങനെയൊന്നും പറഞ്ഞ രണ്ടാമത്തെ അക്കൗണ്ട് അതൊന്നും പറഞ്ഞ അറിഞ്ഞൂടാ. അവന് ആളെ മനസ്സിലായി. കല്യാണത്തിന് ഈ മറ്റേ കടല പൈസത്തിന് കടലില്ലാതെ അടിയുണ്ടായി. ഇതിന് ആരോൺ പ്രമോദ് ഹായ് 2 പേരും ആൻഡ് പ്ലീസ് ടെൽ മീ. ആരോൺ പ്രമോദ്, ആരോൺ അല്ലേ പേര്? ആരോൺ ഹായടാ. എന്താ ചിരിക്കണ ചുമ്മാ? HXBB കണ്ണാ പണ്ടിങ്ങത്തെ കൂട്ടമാ വരോ, സിംഗോ കൂട്ടമാ വരും. ഫുഡ് കഴിച്ചോ? ഇല്ല ബ്രോ, ഈ ലൈവ് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ചേട്ടാ ബ്രോയുടെ ലുക്ക് ചേട്ടാ ബ്രോയുടെ ലുക്ക് കണ്ടാലേ അറിയാം. എന്തറിയാം? സഹോദരങ്ങളാണെന്നാണോ?
അതാര് പറഞ്ഞത്? റോളക്സ്. എന്താ പേര് കിടില്ല. എടാ നിന്റെ റിയൽ പേരെന്താ? നന്ദു ബ്രോ കുറച്ച് ഇറങ്ങടാ, ലൈവിൽ നിന്ന് ഇറങ്ങടാ. ഫോടാ ഇറങ്ങി. അത് ഫിൽറ്റർ ആണ് ബ്രോ. ഇതാണ് ഒറിജിനൽ. ഇന്നലെ അവനെ ഇഷ്ടപ്പെട്ടത് ആരാ പറഞ്ഞു? സുഖിച്ച് ബ്ലാക്ക് ഫോളോ വരും. ഇല്ല, ഇന്ന് 500 GP വരും. സൗണ്ട് എടുക്കണെങ്കിൽ ബ്രോ ഫൈസി ഹൾക്ക് ബ്രോ. ആടാ സുഖം തന്നെ നിനക്ക്? ആരടാ? എടാ മറ്റേ അവന്റെ ഫസ്റ്റ് ഡാൻസ് കളിച്ചില്ലേ ഒരു പയ്യെ, മറ്റേ നിന്റെ കൂടെ വന്ന് മറ്റേ വിജയുടെ. നിങ്ങള് വിജയ് ഇഷ്ടമുണ്ടോ? പിന്നെ പ്രാന്തനാണ് വിജയ്. മറ്റേ ഫ്ലെക്സ് ഒക്കെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. അതെ, അന്റെ ചിരി കണ്ടില്ലേ? ആക്ഷൻ കണ്ടില്ലേ? അയ്യോ ഇതൊക്കെ ചോദിക്കല്ലേ, കൊട്ടളവായിരുന്നൊരു. നന്ദു ചേട്ടാ പറയല്ലേ ചൂസ്. നന്ദു ആൻഡ് അനന്തു സുഖാണോ? പിന്നെ എറന്റെ അടിപൊളിയാണോ? അങ്ങനെ പോണം, അങ്ങനെ സൂപ്പർ ആയിട്ട് പോകണം. മാസം 7000 8000 EMI അടയ്ക്കാൻ മാത്രം ഇത്തിരി കഷ്ടപ്പെടും. വിജയ് ഏഞ്ചൽ ഗേൾ, വിജയ് ലുക്ക് ആർക്ക്? എനിക്ക് അല്ല നന്ദു. അവിടെ ഇതെന്താ ലൈറ്റ് ആണ്? ഞാൻ അതെ, ഈ ലൈറ്റ് ഇല്ല, ഈ ലൈറ്റ് കുറഞ്ഞോണ്ടാ. ചേട്ടാ എന്തോ ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല. അവിടെ നിങ്ങൾക്ക് കേട്ടുകൂടെ? നമ്മൾ ഒരു 2-3 മണിക്കൂർ പറഞ്ഞു ഫുഡ് കഴിച്ചില്ല. ഈ ലൈവ് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുക. അടുത്ത ഡാൻസ് സെറ്റ് ആക്കണ്ടേ? ഓ ഒന്ന് സെറ്റ് ആക്കണോടാ. നിങ്ങൾ കമന്റ് ബോക്സിൽ കയറിയിടുക, സെറ്റ് ആക്കി. ചേട്ടാ ഇത് മറ്റവനല്ലേ? ചേട്ടാ എനിക്കൊരു റിപ്ലൈ താ. നന്ദു ഹായ്, എന്റെ പേര് നന്ദു ബ്രോ. വിവാദം വല്ലതും ഉണ്ടാക്കിട്ട് അടുത്ത വീഡിയോ എടുക്കുക. വിവാദം നമ്മള് മറ്റേ വിജയുടെ ഗ്യാസ്. അയ്യോ പയ്യെ വിവാദം ഉണ്ടാക്കാൻ പയ്യെ ഇങ്ങനെ കയറി പോയാതി. വിവാദം ഉണ്ടാക്കി പെട്ടെന്ന് വരല എനിക്ക് വയ്യ. ഞാൻ വേണേ വിവാദം ഉണ്ടാക്കാം. വേണ്ട, അറിയാത്ത കേസിൽ വന്ന് വിടട്ടെ, അല്ലാതെ വേണ്ട. അറിഞ്ഞോണ്ടൊന്നുമില്ല. എന്റെ പേര് അനന്തു, എന്റെ പേര് വിളിക്ക്. അനന്തുവേ. അനന്തു ഹായ് അനന്തു. ദൈവമേ അവ രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ഈ വാഴന്റെ പേര് അനന്തുവാണ്. ഈ അനന്തും നന്ദുന്നൊക്കെ ആരെങ്കിലും ഇട്ടു. എന്റെ പേരുള്ള പാടത്തിനാ പറയണതാണ്. രക്ഷപ്പെട്ടോടാ. അതിവിടെ അടുത്ത അനന്ത് ബ്രോ ഡാൻസ് പൊളിയാണെന്ന്. എവിടെ ബ്രോ? താങ്ക് യു ബ്രോ. എന്റെ പേര് അടുത്ത് സുധീഷ് ബ്രോ. എന്നെ അറിയാമോ? അറിയാമോ അവനെ? ആരടാ? സുധീഷ്. ഇല്ലടാ, ഇങ്ങനെ പറന്ന് മെസ്സേജ് പറഞ്ഞോണ്ടേ. ബ്രോ ഹായ് തരോ. ഹായ് ബ്രോ, ഒന്ന് ഫോളോ ചെയ്യുമോ? നിങ്ങളോട് ചെയ്യടാ. നമ്മളെ സെക്കൻഡ് അക്കൗണ്ടില്ലേ, ഞാൻ അതിലാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഞാൻ ഇതിൽ അങ്ങനെ കയറില്ല. അതിലെല്ലാരും മെസ്സേജ് അയക്കുക, ഫോളോ ചെയ്യുമ്പോൾ അതിലാണ് എല്ലാവരും ഫോളോ ചെയ്യണം, മെസ്സേജ് അയക്കണം. അപ്പൊ അതിലാണ് കൂടുതലും ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇതിലെ പിന്നെ എന്തെങ്കിലും കണ്ടന്റ് തപ്പാനാ. ബ്രോ ഹൗ ആർ യു? ഫൈൻ ബ്രോ ഫൈൻ. ഞാൻ എന്റെ വീഡിയോക്ക് എന്തെങ്കിലും കമന്റ് അടിക്കും. ഗൈസ് ഫേസ്ബുക്കിലെ യൂട്യൂബിൽ ചെറിയൊരു വീഡിയോ വരും, നിങ്ങൾ കയറി സപ്പോർട്ട് ചെയ്യണം. ചെറിയ വേറെ ഒന്നുമില്ല, എന്റെ വാർത്തകളാണ്. നമുക്ക് അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടത് ചേട്ടന്റെ വാർത്തകളാണ് നോക്കാം. ഗൈസ് എടാ എന്റെ ഐഡിയ അറിയാമോ? ഞാൻ ഒരു മെസ്സേജ് ഇടാമേ, നിങ്ങൾ ഇത് പിടിച്ച് വെക്കൂ. ഓയ്യ ഇല്ല, മെസ്സേജ് ഇടൂല. ഞാൻ ലൈവിൽ കയറി ഒരു മെസ്സേജ് ഇടാം. അമ്പരായിക്കണം ചേട്ടാ. ഞാൻ 5 പ്രാവശ്യം ചോദിച്ചു. എന്തോന്ന് എടാ? നിങ്ങൾ പറയണത് ക്ലിയർ ആയിട്ട് പറയടാ. 5 പ്രാവശ്യം എന്ത് ചോദിച്ചെന്നാണ്? ചേട്ടാ എന്റെ പേര് ഹായ് അഞ്ജന. അഞ്ജനല്ലേ? ഫോളോയിങ് പ്ലീസ് പ്ലീസ്. നന്ദു ഫോളോയിങ് പ്ലീസ്. സെക്കൻഡ് അക്കൗണ്ട് എന്താ പോയ മടിച്ചിട്ടേക്കണ? ഞാൻ ഇവിടെ ഒരു ആ മറ്റേ മാപ്പിള എന്ത് കഴിച്ചടാ? ക്യൂആനെ പോലെയാണോ? ക്യൂആനെ പോലെ. നമ്മളിപ്പോ ചെറുതായിട്ട് തുടങ്ങി. നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ഇല്ല. നമുക്ക് തോന്നിയത് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ മിക്കവാറും 2 ദിവസം കഴിഞ്ഞൊരു സ്റ്റോറി ഇടും. നമ്മളെ പറ്റി അറിയുന്നുള്ള അങ്ങനെ ഒരു സ്റ്റോറി ഇടും. അപ്പൊ നിങ്ങൾ അതിലെന്താന്ന് വെച്ച് ചോദിച്ചോ, നമ്മൾ അതിന്റെ അടുത്തൊരു വീഡിയോ ഒക്കെ ഇടുന്നതാണ് ഗൈസ്. എന്റെ പേര് വന്നാ നിന്റെ പേരോ? ഓ വന്ന് മാറി. എടാ നില്ല കൊറേ മെസ്സേജ് അടിച്ച് കളയല്ലേ, ബാക്കി സാർ വിഷമാവില്ലേ? ബ്രോ നിങ്ങൾ അടിപൊളിയാണ് ഡാൻസ്. നിങ്ങളുടെ അനന്തുന്റെ ഫാൻ. താങ്ക് യു ബ്രോ. ആരാധന. പിന്നെ എന്റെ ലൈവില് കയറിയ ഡാൻസ് എടാ നമ്മളൊന്നും ആർക്കും വേണ്ടടാ. നിന്റെ ലൈവില് നീ കയറി കഴിച്ചാൽ എന്നെ ആർക്കും വേണ്ട. അതെങ്ങനെയാണ് ചേട്ടാ? എന്റെ പ്ലേസ് കൊല്ലം, എന്റെ പ്ലേസ് ട്രിവാൻഡ്രം. നന്ദു ബ്രോ താഴോട്ടോ എന്നെ വിളിച്ചോടാരോ. നന്ദു ബ്രോ കഴിച്ചോ? ഇല്ലടാ കഴിച്ചില്ല. ലൈവ് കഴിഞ്ഞിട്ടാണ്. എന്റെ സ്ഥലം കാട്ടക്കടയാണ്. കാട്ടക്കട എവിടെയാണ് നന്ദന? ലൈവ് എനിക്ക് തരട്ടത് ലൈവായിട്ട് ഒരു ഡാൻസ് കളിക്കും. അതോടാ ലൈവായിട്ട് ഇപ്പം പറ്റില്ല കേട്ടോ. നമ്മളെ സ്ട്രീം ചെയ്യാം കേട്ടോ, അപ്പം സെറ്റാക്കാം. അതാണ് ഇവിടെ കിടന്ന് കളിച്ചു കഴിഞ്ഞാൽ സ്ഥലമില്ല. ഇവിടെ കിടന്ന് കളിച്ചു കഴിഞ്ഞ് അമ്മ
നന്ദു ചേട്ടാ ചേട്ടാ follow ആക്കും. സെക്കൻഡ് അക്കൗണ്ടിലാണ് എനിക്ക് മെസ്സേജ് ഇട്ടത്. ഫസ്റ്റ് അക്കൗണ്ടിൽ ഞാൻ ആരെയും ഫോളോ ചെയ്യണം. നിങ്ങളോട് നേരെ ഞാൻ പറയുന്നു, ഒന്ന് ഫോൺ ചെയ്തു. എനിക്ക് മനസ്സിലായില്ല ബ്രോ, എനിക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് പറയൂ ബ്രോ. ഞാൻ പറയട്ടെ, ഇത് നേരെ പേഴ്സണലാക്കി. അതാ പേഴ്സണലായിട്ട് മെസ്സേജ് മനസ്സിലാക്കി. ഇത് ഇപ്പൊ ലൈവിൽ ഒന്നും ബാക്കിയുള്ള മെസ്സേജ് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ പറയുമ്പോ ക്ലിയർ ആയിട്ട് പറയാം, എനിക്ക് മനസ്സിലാവണല്ലോ. നന്ദു ചേട്ടാ, നന്ദു ചേട്ടാ ഹനാൻ പേര് വായടാ, ഹനാൻ ഫാത്തിമ. ഫാത്തിമ ഹായ്. ആ ഇത് മറ്റേ കൊച്ചു എനിക്കറിയാം. സുഖാണോ? താഴത്തെ കൊച്ചു. താഴത്തെ കൊച്ചാ? ആ അമ്മല് തന്നെ പേര്. എന്റെ മുന്നോ അയ്യേ ലുക്കൊന്നുമില്ല ഇവനല്ലേ? എനിക്ക് ആരായ ലുക്കൊന്നും ഇല്ല. ഇതെന്ത് ഭയങ്കര സ്പീഡിൽ പോണോ എന്റെ മെസ്സേജ്? എനിക്കറിഞ്ഞൂടാ, ബഗ്ഗുലാണോ എന്തോ. രണ്ട് പേര് സൂപ്പറാണ്. താങ്ക് യു. നന്ദു ചേട്ടാ സുഖാണോ? ആടാ സുഖമായിട്ട് ഇങ്ങനെ പോണു. എന്തായിരുന്നു ബ്രോ ഇസ് വെരി റാങ് ബ്രോ, ദിസ് ഈസ് റാങ്. ഫിൽട്ടർ ഇട്ട് കളിച്ചാണോ നിങ്ങൾ? എടാ ഈ കേണ ഇത് മതി, ഇത് മതി. കണ്ടാ മതി. ഈ ഫിൽറ്റർ ഒക്കെ മതി കേട്ടാ. വേണ്ട പിന്നെ ഇവൻ പണ്ടത്തെ മറ്റേ ഫേസ്ബുക്ക് കണ്ടാ പിന്നെ അതുകൊണ്ടാണ് ഫുള്ള് പച്ചല് മുടി കളർ അടിച്ച് പണ്ടത്തെ ഞാൻ ഒരു ഇതിന്റെ ടിക്ടോക്ക് വീഡിയോ അടിച്ചിറക്കട്ടെ. കഴിച്ച ടിക്ടോക്ക് വീഡിയോ എന്റെ കയ്യിൽ കുറെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അടിച്ചിറക്കാം. മറ്റേതിടാം, കൂലിയുടെ മറ്റേ ഡയലോഗ് ഉണ്ടല്ലേ, അയ്യോ എന്തിനാ പറയുന്നത്, എന്തിനാ ഞാൻ എങ്ങായിരുന്നു ബാത്റൂം എങ്ങനെ ഒരു ഇതുണ്ടല്ലേ, ഒന്നും പറയണ്ട. ഇപ്പൊ ലൈവ് അതിലടിച്ചിടും. അച്ഛ നിങ്ങളെ വീഡിയോ ഞാൻ കാണും, പൊളിയാണ് കേട്ടോ. താങ്ക് യു. എന്റെ പേര് പിഞ്ചു തീർത്തി പിള്ളേര് അച്ഛനെ നിങ്ങളെ വീഡിയോ ഞാൻ കാണും, പൊളിയാണ് കേട്ടോ. അതാ പേര് വയ്ക്കണം എന്റെ അബിയെ. താങ്ക്സ്. ഇതിൽ ആരെ വീഡിയോ നീ കാണുന്ന നിങ്ങൾ പറഞ്ഞു. ബ്രോ പൊളിയാണ്, സ്മൈൽ സൂപ്പറാണോ. താങ്ക് യു ലച്ചു. ഇപ്പൊ ഞാൻ പൊട്ടനാ ഇത്ര ഇവിടെ നിന്ന് ക്യൂട്ട്നെസ്സിന്റെ മെഴുകി ഞാൻ പൊട്ടനാ. നീട്ട് ക്യൂട്ട്നെസ് ആയിരുന്നു. ചുമ്മയുടെ ഒരു ഫ്ലോയിൽ പറയണേ, എനിക്കതെന്ന് അറിയില്ല. രണ്ടാളും ഒന്ന് ജില്ലയിലെ മോഹൻലാല് വിജയൻ ഡാൻസ്. ഒരു 60 മിനിറ്റ് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. അയ്യോ അടുത്ത കൈ കയറ സ്ക്രീൻ പൊട്ട. ഇത് സ്പീഡാണോ നിന്റെ മെസ്സേജ്? നല്ല രസമാണ്. ഞാൻ കളിച്ച ജില്ലയാവില്ല. ഹായ് നന്ദു ചേട്ടാ, എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ആക്കൂ. സെക്കൻഡ് അക്കൗണ്ടിൽ മെസ്സേജ് ഇട്ടാ ഞാൻ ഫോളോ ആക്കാം. ഞാൻ എല്ലാരെയും ഫോളോ ആക്കണുണ്ട്. സെക്കൻഡ് അക്കൗണ്ടിൽ കാണാനെല്ലാരും ആക്കണുണ്ട്. ഹലോ നന്ദു ചേട്ടാ ഫോളോ ചെയ്യടാ. ഇതുപോലെ സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടോ? അതിലെല്ലാരും ഫോളോ ചെയ്യും. ഫസ്റ്റ് അക്കൗണ്ടിൽ ഞാൻ ആരും ചെയ്യും. നന്ദു ചേട്ടാ എടാ വായുടെ എന്റെ പേര് വിളിക്കണ വായിരത് നിന്റെ ലൈവ് കഴിവായിരുന്നു. നന്ദു ചേട്ടാ എന്നെ അയ്യോ അത് നേരത്തെ വായിച്ചല്ലേ. വേറെ എന്ത് പറഞ്ഞു? ഹായ് ബ്രോ, ഐ ആം ബിഗ് ഫാൻ. എടാ നിന്റെ ബിഗ് ഫാൻ ആണോ? എന്റെ പേര് വിളിക്കൂ ചിക്കു എന്ന്. ചിക്കുവേ ഹായ്. ചിക്കു കല്യാണം കഴിയണോ? കൊച്ചുണ്ട് കയ്യില്. കൊച്ചുണ്ടെ കല്യാണം കഴിഞ്ഞ ബ്രോ എന്തൊക്കെ ഫോൺ മെസ്സേജ് ഇതാ ബ്രോ. കളി എനിക്ക് ബ്രോ നിങ്ങൾ അടിപൊളി ഡാൻസ് ആണ് നൈസ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കും ബ്രോ. ഞാൻ കളിച്ച ഫീൽഡ് ആട്ടോ ബ്രോ. ഡാൻസ് ഞാൻ കളിച്ച ഫീൽഡ് ആട്ടോ. എനിക്ക് ബ്രോ കാമുകി ബ്രഹ്മയോഗം കാണാനും എന്റെ പൊന്നു ബ്രോ. ഞാൻ പറഞ്ഞ ചേട്ടന്മാരെടുത്തടാ വേട്ട. എടാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാന്നുള്ള ചേട്ടന്മാരാണത്. അപ്പൊ ഇന്നല്ല ഈ തെണ്ടിയാണ് എന്നെ പറഞ്ഞു വിട്ടേടാ ചേച്ചി. അവന്മാരെന്നെ വിളിച്ചപ്പോ ഞാൻ പറയില്ലല്ലോ വേണ്ട ബ്രോ. അപ്പൊ യവൻ പറയില്ല നീ പോയി ചേച്ചി എന്തിനു യവന് രക്ഷപ്പെടാൻ. എനിക്ക് അങ്ങനൊന്നുമില്ല. അവന്മാര് പറഞ്ഞു ജയിപ്പിച്ചതാണ്, അല്ല വേറെ ഒന്നുമില്ല. പാവടാ. പിന്നെ ഞാൻ അവന്മാരത്ത് പറഞ്ഞു ബ്രോ വേണ്ട ബ്രോ നിങ്ങള് പറയുമ്പോ ഞാൻ പറയാം എനിക്ക് ലൈനില്ല. പിന്നെ ലൈൻ ഉണ്ടെന്നും പറ. എനിക്ക് ലൈൻ ഇല്ല. അവന്മാർക്ക് പക്ഷെ ഞാൻ പറഞ്ഞു ബ്രോ ഒരു താരം ചോദിക്കും ഇങ്ങനെ എന്തെങ്കിലും പറയുന്നു പറഞ്ഞു. അത് പിന്നെ കുഴപ്പമില്ല. അതൊന്നും സത്യമൊന്നും അല്ല കേട്ടോ. എന്നിട്ട് താഴെ വായിച്ച എന്താ ഇവിടെ കുറെ ടൈപ്പ് ചെയ്തി ബ്രോ. അത് ബ്രോ നിങ്ങൾ ബിയേഡ് ഷേവ് ചെയ്ത അല്ലാത്ത വളർന്നതാണ്. ഇവനാണോ? ഇവന് വരാത്തതാണ് കേട്ടോ. അല്ല പടാ ഇവനില്ല, താടിയൊന്നും ഇല്ല. എടാ ഞാൻ എന്റെ അമ്മ പറഞ്ഞ് താടിയില്ല തൊട്ട് അമ്മ തലകൂടെ കിട്ടാതില്ലല്ല. ഒരുമാതിരി മറ്റേ അടുത്ത ചോദ്യങ്ങൾ കേട്ടോ ബ്രോ. അതിന് അടുത്തത് മലയങ്കിഴി വന്നാൽ പറയണേ. എടാ നമ്മുടെ സ്ഥലം കാട്ടാക്കട ഉണ്ട്. ഇവിടെ 3-4 കിലോമീറ്റർ പോയി മലയങ്കിഴാണ്. അറിയോ? ഇല്ല. ലക്ഷ്മി നമുക്കിനി പരിചയപ്പെടാം. മെസ്സേജ് സ്ഥലം എവിടെയാ? ഹായ് ബ്രോ ബിഗ് ഫാൻ. ഡാൻസ് താങ്ക് യു ബ്രോ. ഇതിന്റെ ഫാൻ എന്നെ ഇതിനകത്ത്. ചേട്ടാ എന്നെ ഫോളോ ആക്കണേ. ഇടും ആക്കാം. എടാ ലൈവിലല്ലടാ ഇപ്പൊ.
ഇപ്പൊ എവിടെ ഇരിക്കണേ? വീട്ടിലാണോ? ആരെ വീട്ടിൽ? എടാ നമ്മളെ വീട്ടിലാണോ? എന്റെ വീട്ടിലാണ്. ഇത് നമ്മൾ രണ്ടും ചേട്ടനാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നാളെ ഒരു വീഡിയോ വരും ഫേസ്ബുക്കിൽ യൂട്യൂബിൽ, ഇടയ്ക്കാരി കണ്ടു. അതെ, അല്ല ഞാൻ സെക്കൻഡ് അക്കൗണ്ട് ഇടും ബ്രോ. ഞാൻ എന്റെ സെക്കൻഡ് അക്കൗണ്ട് വന്നിട്ട് അനന്ത് സെക്കൻഡ് എന്നാണ്. ഹന ഫാത്തിമ എനിക്ക് അറിയാന്നുള്ളത്. അവർണ എവളെ ഇന്ന് ബ്ലോക്ക് അടിച്ചത് ചുമ്മാ പറഞ്ഞു. അവർണ കന്യാകുമാരി. അയ്യോ നിന്റെ അക്കൗണ്ട് ഇവിടെ റിപ്പോർട്ട് അടിക്കട്ടാ. ഓടാറങ്ങി അത് പിൻ കമന്റ്. ഗൈസ് ഇപ്പൊ ഒരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ കയറി ജസ്റ്റ് എല്ലായിരുന്നു ഒരു ഫോളോ. നാളെ മുതൽ മലബാർ ബൈറ്റ്സിൽ വെച്ച് കണ്ട് KFC പോയി ഓർമ്മയുണ്ടോ? എടാ ഞാനും ഇവനും ഉണ്ടായിരുന്ന നൈറ്റ് ആണോ? നമ്മൾ മിക്ക ദിവസം പോകൂടെ മലബാർ ബൈറ്റ്സിൽ? എവിടെയാണ്? ക്യാഷ് ഹൗസ് അടുത്താണോ? അല്ല മറ്റേ അതിന്റെ പേരെന്തൊരു കൗടിയാറുള്ള അവിടെ നമ്മള് അതും കൂടെ ഒന്ന് പറയാം. എടാ കൊറേ മെസ്സേജ് പോയടാ, എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റും. പിന്നെന്താ നീ മെസ്സേജ് പേഴ്സണൽ മെസ്സേജ് ലൈവിലൊന്നും ഞാൻ അറിയാമില്ല. അതാണ് ചേട്ടാ ആപ്പിളി നിന്റെ വാവച്ചി അതിലെ നീ ബ്രോ എന്തിന് ബ്രോ പ്ലീസ് സോറി എടാ എന്താ പറഞ്ഞവേ? എവിടെ ഞാൻ കണ്ടില്ല. ബ്രോ പ്ലീസ് ലുക്ക് ബ്രോ മേളത്തത്. എടാ ഇതിൽ കൊറേ മെസ്സേജ് നമ്മൾ വിടണുണ്ടോ കേട്ടോ, അറിയാതൊക്കെ. ഞാൻ മെസ്സേജ് ഇട്ട് മടുത്തു, മൈൻഡ് പോലും ഇല്ല, ചെയ്യുന്നില്ല. ആ രവനാണോ? അല്ലല്ല ഇതിലിട്ടായിരിക്കും. ഇത് ഡീറ്റെയിൽ പറയാം. എനിക്കിട്ട അപ്പൂസേ ഞാൻ അങ്ങനെ അങ്ങനെ പെമ്പിളേർക്ക് കൊടുക്കായിരിക്കില്ലല്ലോ. എല്ലാ പെമ്പിളേരും കൊടുക്കൂല. പയ്യന്മാർക്ക് കൊടുത്തേ പിന്നെ പെമ്പിളേർക്ക് കൊടുക്കും. തള്ളപ്പത്തി വിജയ് ബ്രോ നിങ്ങൾ അടിപൊളിയാണ്, ഡാൻസ് നൈസാണ് നിങ്ങൾ. താങ്ക് യു ബ്രോ. താങ്ക് യു. അത്ര നൈസ് നല്ലടാ. ഹായ് അനന്ത് പൊടവൻ. എന്റെ അത്രയൊന്നും ഇല്ല. തളപതി വിജയ് അതാര്? തളപതി വിജയ് ഇവനായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യല്ലേ എന്റെ പൊന്നു ബ്രോ. നിങ്ങളെ കണ്ണിലെല്ലാം കുരുവുണ്ടാ? തളപതി വിജയ് എന്നൊക്കെ ഇവനെ വിളിക്കുന്നു ബ്രോ. എന്റെ നെയിം വിളിക്കൂ ജൻ എന്താ അവന്റെ പേരെന്തിരി? നീ അത് നേരെ പേര് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം. ഇത് പിടിച്ചെടുക്കുമ്പോ ലൈവ് അടുത്ത മെസ്സേജ് ലൈവ് കുറെ നാൾ എടുക്കുക ബ്രോ. ഈ ചുമ്മാ ലൈവ് ഒക്കെ കണ്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കും. ഇതൊക്കെ തന്നെ പരിപാടി. എടാ എന്നെ ഫോളോ ചെയ്യാമോ? നീ കൈവിട്ടാണ് ഒന്ന് വായിക്കയില്ല. എന്നെ ഫോളോ ചെയ്യാം. ഇവനൊക്കെ കണ്ണിൽ കുരുവാണ്. ചുമ്മിട്ടൊരു മര്യാദ ഉണ്ട്. ഇതൊക്കെ വിജയ് ഉണ്ടെങ്കിൽ ആവുമ്പോ തൂങ്ങിച്ചാവും. കുറ്റം പറയാൻ പറ്റൂല. ഹായ് ബ്രോ, ഐ എം ബിഗ് ഫാൻ. ഡാൻസിന്റെ ഫാൻ. ഓക്കെ മാറ എന്റെ പേര് വിളിച്ച്. ഹായ് ലിയാണ്. അയ്യോ എന്തൊരു പേരാടെ? എല്ലിയോണോ? എവിടെ എൽസിയോ എന്തോ ഒരു പേരിട്ട്. ഹായ് താങ്ക്സ് റാ. അനന്ത് ഓടാ പട്ടി എന്താടാ? അനന്ത് പാട്ട് കറക്റ്റ് പേര് നീ ഇവനെ വിളിച്ചിട്ടുണ്ട്. വേറെ ആൾക്കാരാണ്. നീ കളിക്കാമോ? എന്ത് കളിക്കാം? ഇപ്പൊ കളിക്കാം. കാട്ടക്കട മണ്ഡപത്തിൽ കോണമാണ് സ്ഥലം. ആ നമ്മള് കട്ടട ചേട്ടന്മാരെ ചാലക്കുടി പോയപ്പോ ചാലക്കുടിയില് ഒരു ദിവസം പോണം. ആണെന്ന് നല്ല കിട്ടിയിട്ട് പാട്ട് പാടും ഗൈസ്. നിങ്ങൾക്ക് അറിയാമോ? നന്ദബ്രോ എന്നെ അറിയാമോ? മലബാർ വയസ്സ് വെച്ച് കേസ് കണ്ട പോയി ഓർമ്മയുണ്ടോ ബ്രോ? ഞാൻ പറഞ്ഞില്ല ഏത് കേശവദാസ് എനിക്ക് മനസ്സിലായില്ല. കേസ് ബ്രോ നന്ദു ചേട്ടാ എന്നെ ഇവളെന്തിരി എടി നമ്മൾ ആ മെസ്സേജിന് വീണ്ടും വായിക്കണ. നിങ്ങൾ അയച്ച മെസ്സേജ് ഒന്നും കൂടെ അയക്കും. നിങ്ങൾ ബ്രദേഴ്സ് സർപ്രൈസ് ആയി പോയി. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാളെ ഫേസ്ബുക്കിൽ ആക്കിയടക്കണേ. അതാരി ആക്കിയാലില്ലെങ്കിൽ ഇത് വരും ഫേസ്ബുക്കിൽ നാളെ വരും. ശരിക്കും അനന്ത് ബ്രോയിനെ കാണാൻ വിജയുടെ എടാ ഇത് ആര് പറഞ്ഞത്? എടാ നിന്റെ കണ്ണിലെ കുരു ഉണ്ടാടാ. ആരടാ അത്? എടാ എടാ നിന്റെ ഡാൻസ് എടുത്ത നന്ദി നീ ഇതില് കാണിക്കലടാ കേട്ടാ കള്ളൻ. ഒരു സെക്കൻഡ് അക്കൗണ്ടിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. എടാ ഇത് എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കോ. ഫോളോ ബാക്ക് എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടേക്ക്. ഫോളോ ചെയ്തേക്കാം. മെസ്സേജ് അല്ല ഫോളോ അറിയില്ലടാ. ചേട്ടാ ഹൗസ് എവിടെ? ഹൗസ് കട്ടകട. അനന്ത് ബ്രോ എന്നെ കുറിച്ച് നന്ദു ബ്രോയുടെ പറയും. അനന്തു ഫണ്ണടിച്ചാടാ ചിരിച്ചോട്. എടാ ഇവനെ നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല. ഇവനാണ് ഇപ്പൊ ലൈവില് ഇതിട്ട് അവനെ കുറിച്ച് പറയാൻ. ഇതില് പോയി അനന്തുവിന്റെ ഡാൻസിന് എന്താ കുഴപ്പം? വെറുതെ ചെക്കന്റെ ഡാൻസിനെ പറ്റി കുറ്റം പറയേ കേട്ടോ. അനന്തിന്റെ ഡാൻസിനെ കുറിച്ചല്ല ഞാൻ കുറ്റം പറഞ്ഞു. അനന്ത് വിജയ് പോലെ ഇരിക്കുന്ന പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. ഇവനെ ശരി എന്നെ പറഞ്ഞു. ഓക്കെ ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ ഇവനെ നിന്നെ ലൈവില് കയറ്റിയത് എന്റെ കരുണ. നിന്റെ ലൈവില് മുമ്പിളേര് മാത്രമല്ല പയ്യന്മാരാരില്ല. എനിക്ക് അറിഞ്ഞൂടാ.
ഹായ് ബ്രോ, ഹായ് പറയൂ. ഹായ് ദേവ. അതാണ് ഞാനും ഇപ്പൊ അതാണ് ആലോചിക്കുന്നത്. ഹലോ ചേട്ടന്മാരെ, ഹായ് ഷാഡോ. ഹായ് ഷാഡോ. എടാ പയ്യന്മാരുമായിട്ട് ഹായ് തന്തു ബ്രോ. എടേ പേര് വായിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനും വിജയ് ഫാനാണ് ചേട്ടാ, പിന്നെ അല്ല. ഇവിടെ ഒരുത്തനെ കൊണ്ടേ സഹിക്കാൻ വയ്യ. അടുത്ത ചേട്ടാ അന്ന് എന്തൊക്കെ പ്രാന്തായിരുന്നു എനിക്കല്ലേ. ഉറപ്പായിട്ടും ഗൈസ്, ഞാൻ ഇവ ഒരു പിന്നെ ചെയ്തിട്ടുണ്ട് കമന്റിൽ. അത് നിങ്ങളെല്ലാവരും കയറി ഫോളോ അടിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരം. എന്തായാലും നമ്മുടെ ചക്കം ഇതെന്തൊരു ഞാൻ കണ്ടൊരു വീഡിയോ. എന്തൊരമ്മ പയ്യന്മാരെ നോക്കണത്, എന്തൊരമ്മ പയ്യന്മാരെ നോക്കണ ഇങ്ങനെ. സുഖാണോ മുത്തുമണികളെ? സുഖമായിട്ട് പോണേ, അങ്ങനെ പോണം. സീരിയൽ അഭിനയൊക്കെ എങ്ങനെ പോണം? സീരിയസ് ആയിട്ട് അനന്ത് ബ്രോ വിജയ് നിൽക്കൊണ്ട്. എടാ പോ എനിക്കത് മതി. നിനക്കൊക്കെ കണ്ണുണ്ട്. ഇനി ഉറങ്ങൂല ഇനി ഉറങ്ങൂല ബ്രോ. ബ്രോ ബമ്പര കണ്ണ്. എടാ സംഭവം ഞാൻ പറഞ്ഞുതരാം. പമ്പര കണ്ണാളെ കാതൽ സുനാ പടണം. അവിടെ ഒന്നും പോയി ഇറങ്ങടാ. പിന്നെ എടാ മറ്റേ മുന്നെടുത്ത് പറഞ്ഞ ബ്രോ എന്റെ ഡാൻസ് അതുപോലെ കളിച്ചിടുമെന്ന് പറഞ്ഞിട്ട് ഒരുത്ത കമന്റ് ഇട്ട്. അവനാണ് യവൻ. അനന്തുവിനെ കാണാനും നല്ല ഭംഗിയാ. സത്യത്തിൽ കാണാൻ നന്ദുചേട്ടന്റെ ഫാൻ ആയിരുന്നു. നന്ദുചേട്ടന്റെ ഒരു ലൈവിലൂടെ ആണ് അനന്തുവിന്റെ ഫാൻ. അതൊരുമാരത്തെ മറ്റേടുത്ത പരിപാടി. അങ്ങനെ പറയില്ലേ. എന്റെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ എന്നെ മാത്രം ഇഷ്ടപ്പെടണം. എനിക്കില്ലെങ്കിൽ ഈ അടിക്കും പറഞ്ഞത്. ഫാത്തിമ പേര് സേവ് ആക്കി വെച്ചിട്ടുണ്ട്. രാത്രി മെസ്സേജ് വരും, ഹായ് കുട്ടി. അല്ല എനിക്കറിയാവുന്ന കുട്ടിയാണ്. ഹായ്, എന്താ ഡ്രസ് ഇട്ടേക്കുന്നത്? നല്ല പാട്ട് പാടോള്. എനിക്ക് അറിയാം. പൈസ കൊടുത്ത് ഇറക്കിക്കണല്ലോ മെസ്സേജ് അയക്കാൻ വേണ്ടിട്ട്. കാര്യം മനസ്സിലായി. നല്ല പാട്ട് പാടോടാ. അടുത്ത് ഡെയിലി വീഡിയോസ് ഇട്ടില്ല. അതൊക്കെ പറഞ്ഞു. ഹായ് റാംബോ. ഹായ് റാംബോ. കന്നഡ ചേട്ടന്മാര് ഇത് ചേനട ഗതികട ജനിച്ചപ്പോഴേ കന്നഡ കിട്ടി. പോയതാ കന്നഡ മാറ്റി ആനന്ദനായി. ഇപ്പൊ കന്നഡ വീരി കഴിഞ്ഞ ഇവിടെ തട്ടി വീഴും. അനന്ത് ചേട്ടാ സൂപ്പർ. എഡ്ജർ ഡേ ഒന്ന് മൈൻഡ് ആക്കോളും. ഹായ് ബ്രോ. കന്നഡിച്ച ബ്രോ. ഹായ്. സ്ഥലം എവിടെയാ? പേരെന്താ? റിയൽ പേരെന്താ? അനന്ത് ബ്രോയും നന്ദു ബ്രോയും എനിക്ക് ഹായ് തരാവോ? ഹായ് ക്യൂൻ ഓഫ് ഹാർട്ട്. അനന്ത് പെയ്ഡ് പ്രൊമോഷൻ ആണ് ഫുള്ള്. ഓ എടി അതൊക്കെ സ്നേഹം കൊണ്ടും പറയണേ. നീയൊക്കെ ഉടായിപ്പാണ്. നീ ആ കല്യാണത്തിന് അടപായസം കിട്ടിയില്ലെന്ന് പറഞ്ഞ് അടപായസത്തിന് അടയില്ലെന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കിയോളാണ് അവള്. എന്റെ മലരെ ഫോളോ ചെയ്യാൻ പറ്റൂല. നീ വേണമെങ്കിൽ ഇപ്പൊ ക്യാസ് പറ. മലരെ മൗനം നാണോ നമ്മൾ ഫോളോ ചെയ്യാൻ പറയും? അങ്ങനെ പറയല്. പിന്നെ ഞാൻ പറയും പള്ളി വിളിച്ചാൽ തിരിച്ചു വിളിക്കും. അതാരായാലും ഞങ്ങൾക്ക് തിരിച്ച് ഹായ് പോലും തരത്തില്ല. എടാ നിങ്ങളെ മെസ്സേജ് അയക്കണമെങ്കിൽ ഹായ് മാത്രം അയക്കല്ലേ. ഹായ് ഒരുപാടൊന്നും നടക്കും. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഹായ് മാത്രം അയക്കല്ലേ. കാരണം കൊറേ ഹായ് വന്ന് കിടക്കും ബ്രോ. എത്രയെന്ന് പറഞ്ഞ നന്ദിച്ചിട്ടില്ലേ. എടാ ഒന്ന് മൈൻഡ് ആക്കടാ, ഒന്ന് മൈൻഡ് ആക്കടാ. മറ്റേ നന്ദു ബ്രോ ഹായ്. എന്റെ പേര് പറയൂ. ഏലിയാണ് കറക്റ്റ് പേര്. ബ്രോ ഞാൻ ബ്രോയെ കണ്ടു ബട്ട് പിക്ക് എടുക്കാൻ പറ്റില്ല. നന്ദു ബ്രോ എവിടെ വെച്ചാ കണ്ടേ? ഓടി വരാം. നിങ്ങള് കാണണമെങ്കിൽ സംസാരിക്കണം കേട്ടോ. നമ്മുടെ തിരക്കാണ് ചേട്ടൻ. ഓ അതാര് പറഞ്ഞേ? ഓ എടാ ഒരാളെ സുഖിപ്പിച്ചെന്ന് പറഞ്ഞ് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരിട്ട് കണ്ടതെന്ന് പറയില്ല. എടാ ഇത് ഫിൽറ്ററാണ്. നേരിട്ടേണ്ടതൊന്നും അല്ല. ഫിൽറ്ററിലൊക്കെ നമ്മളെ ജീവിതം ചെയ്യണേ. ബ്രോ ഞാൻ ബ്രോയുടെ ഇത് വായിച്ചല്ലേ ബ്രോ. ഞാൻ ഇതെന്റെ വീണ്ടും കയറി വരണം. എടാ ഒന്ന് മൈൻഡ് ആക്കുക. അതൊക്കെ നേരത്തെ പറഞ്ഞല്ലേ. ചെങ്ങന്നൂർ വന്നായിരുന്നു അല്ലേ? ചെങ്ങന്നൂരോ അവിടെ ആര്? എടാ വേറെ ആരെങ്കിലും കണ്ടത്? അനന്ത് ചേട്ടൻ എന്റെ ഹെയർ നല്ല ബ്യൂട്ടിഫുൾ ആണ്. അതാണ് ഞാൻ വളർത്താതെ. എടാ ഹെയറിലാണ് പിടിച്ചു നിൽക്കണ. സത്യം പറഞ്ഞ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊണ്ണ വരെ തോറ്റു. അനന്ത് ചേട്ടൻ കാണാൻ വീഡിയോ വിജയനെ പോലെ. എന്റെ പൊന്ന് ബ്രോ ഇത് കേൾക്കാൻ ഇത് കേട്ട മൈൻഡ് ആക്കോ ബ്രോ. മാളവിക ഹായ്. എടാ എന്നെ ആരോ വിളിച്ച് മാറ്റൊരു പേരെന്നാ പറഞ്ഞ സന്തോഷം. ഹായ് മാളവിക. എടാ എന്നെ വിളിക്കണെല്ലാം പെമ്പിളാണ്ട. ഉമ്മ ശ്രീഹരി. എല്ലാവർക്കും മതി എന്നെ. ശ്രീഹരി നിന്റെ ചാട്ടങ്ങോട്ടാണ്. ശ്രീഹരിയാ ഉമ്മ എവിടെ? നിനക്ക് തന്നു വേണമെങ്കിൽ.
എന്നായിരുന്നെങ്കി ഇപ്പൊ എന്താ സ്നേഹത്തോടെ വന്ന് ഞാൻ വരട്ടെ. പയ്യന്മാര് സ്നേഹത്തോടെ തന്നെ വാങ്ങിക്കണം. സോറിടാ ബ്രോ, കളിയാക്കിയതല്ല, സീരിയസ് ആണ്. എന്ത് സീരിയസ്? അയ്യോ സർപ്രൈസ് ആയി പോയി നിങ്ങൾ. ഓ അങ്ങനെ 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 അങ്ങനെ. എടാ അങ്ങനെയാണെങ്കിൽ താങ്ക് യൂടാ, നമ്മൾ ബ്രദേഴ്സ് ആണ്. എടാ നമ്മൾ ആ വീഡിയോ നാളെ ഫേസ്ബുക്കിലേക്ക് വരും. എന്റെ അക്കൗണ്ട് വരും, ഇവന്റെ അക്കൗണ്ട് വരും. ഫേസ്ബുക്ക്, യൂട്യൂബ് കയറി സബ് ചെയ്ത് വെച്ചു. അതിലാണ് എല്ലാം ഫുൾ ഡീറ്റെയിൽ പറഞ്ഞത്. നമ്മളെ ഇൻസ്റ്റയിൽ റീലിൽ മാത്രമേ ഇടുള്ളൂ. ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മളെ ലൈഫും കാര്യങ്ങളൊക്കെ വരും. ഓരോരോ ലൈഫ് അത്രയ്ക്കൊന്നും ഇല്ല, കിളിത്തനൊക്കെ വരും. നമ്മൾ ജസ്റ്റ് തുടങ്ങി നമ്മൾ ഊക്കണ സാധനങ്ങളൊക്കെ വരും. നമ്മൾ ജസ്റ്റ് തുടങ്ങിയതുള്ളൂ. ലൈഫ് കാര്യങ്ങളൊക്കെ പിന്നെ പയ്യെ പയ്യെ നമ്മളിങ്ങനെ പറഞ്ഞു വരും. എല്ലാം നമ്മളെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദ്യം ഇടാന്ന് വെച്ചാൽ എന്തെങ്കിലും മോട്ടിവേഷൻ അങ്ങനെ എന്തെങ്കിലും സാധനം അതെ ചുമ്മാ പറയാൻ വേണ്ടി എടുത്തോരാ. അണ്ണ ഫോളോ ചെയ്യാടാ, ഫോളോ ചെയ്യാടാ. താഴെ കുറെ മെസ്സേജ് വേണം നമ്മള് വായിക്കണം തോന്നട്ടോ വീണ്ടും വീണ്ടും. അല്ല കൊല്ലംകാരെ എങ്ങനെ പറഞ്ഞാല് എടാ ബ്രോ, അത് കൊല്ലംകാര് ഉയരാണ് ഉണ്ടാരിയുടെ ഇത്രേ ഉള്ളൂ. അതൊക്കെ ഞാൻ നമ്മളെ കൊല്ലത്തൊന്നും അവിടുത്തെ പിള്ളേരല്ലേ. സത്യം, എനിക്കൊരു കൂട്ടുകാരുണ്ട്. ഞാൻ അവളെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യാണ്ടിരുന്ന. അല്ല നിങ്ങൾ കൊല്ലക്കാരെ കൊല്ലം പൊളിയാണ്. നമ്മളന്ന് വന്നപ്പം കൊല്ലം, അടൂര്, എന്റെ അമ്മ അടൂരൊക്കെ എന്ത് സ്നേഹം എന്ന് പറയുമ്പോ പിള്ളേർക്ക്. ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഒറ്റണം അമ്പലം ഞാൻ പറയുള്ളൂ. എല്ലാം കൂടെ മുട്ടിക്കൂടെ ചിരിച്ചിടത്തിന് മുട്ടിക്കൂടെ പണിയാറുള്ള ടീമുകളാണല്ലോ ഉൾപ്പെടെ. കേട്ടോ കൊറേ മെസ്സേജ്. കാവ്യ ദിഗ്വിക് ഏതില്ല ചേച്ചി മെസ്സേജ് ഇട്ട്? മനസ്സിലായി ബ്രോ. ഒമേഗിളിൽ വെച്ച് കണ്ടിട്ടുണ്ട്, എന്നെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞ് മറന്നു. അത് എന്നെ അവൻ ചെയ്യില്ല. നീ മെസ്സേജ് അയക്കടാ. എടാ ഒമേഗിൾ എന്ന് പറഞ്ഞ മെസ്സേജ് ഫോളോ ബാക്ക് എന്ന് പറഞ്ഞ മെസ്സേജ് ഇടാ. എന്തായാലും ചെയ്യാം. മറന്നു പോയടാ, അതുകൊണ്ടാണ് ഞാൻ ഒമേഗിൾ കയറി സമയത്ത് ഷോപ്പിലായിരുന്നില്ലേ. പിന്നെ ആൾക്കാർ കടയിൽ കസ്റ്റമർ വന്ന് അങ്ങനെ പോവാം. കാവടിക്കിടയ്ക്ക് ഒരു വാണം ഉള്ള പയ്യൻ ഓർമ്മയുണ്ടോ? കാവടിക്കുള്ളൊരു വാനോ അല്ല വണ്ണോ അതായിരുന്ന എന്റെ പൊന്നു. അയ്യപ്പോ നേരത്തെ ബൈക്ക് ഇവരടിക്ക് ബൈക്കിൽ അറിഞ്ഞൂടാ. പണ്ടുള്ള പയ്യനെ കണ്ടില്ല, ഓർമ്മടാ. ഇഷ്ടം പോലെ വരെ കണ്ടറാ ഞാന്. ഹബി ഹായ് അബി. ഞങ്ങളുടെ കാവടിയിലെ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ട് സംസാരിച്ച്. മറ്റേ പയ്യനായിരിക്കോടാ ഈ കാവടിക്ക വണ്ണമുള്ള. ഞാൻ ഒരു 10-500 പേരെ കണ്ട് സംസാരിച്ചില്ല. ആരും പറഞ്ഞു എല്ലാവർക്കും വണ്ണം ഉണ്ടായിരുന്നതാ. ബ്രോ ചേട്ടൻ ലുക്ക് കൂടുതൽ ലുക്കായിരുന്നു, കൊള്ളാം. മീശ ഉണ്ടെങ്കിൽ അനിയനും അത് ആ കമന്റ് സ്കിപ്പ് കേട്ടോ. ഒന്നുമില്ല, ഞാൻ കണ്ടില്ല. നീയാണ് ലുക്കെന്ന്. മീശ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും ലുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നീ പരാജയം. ഞാൻ കുറച്ചു നേരമായി പറയുന്നു നന്ദു ചേട്ടന്റെ അടുത്ത് പൂക്കി കാണിക്കാൻ പൂക്കി കാണിയാണ്. സത്യം എനിക്ക് പൂക്കി അറിയണ്ട കേസ് ഇങ്ങനെയാണല്ലേ. മതിയാ ക്രിഞ്ച് സാധനം. ഒമേഗിളിൽ വെച്ച് കണ്ടിട്ട് എന്നെ ബാക്ക് ഫോളോ ചെയ്യാൻ പറഞ്ഞായിരുന്നു, മറന്നു. അതാണ് പറഞ്ഞ ബ്രോ. നീ എനിക്കൊരു മെസ്സേജ് അയക്കി ഫോളോ ചെയ്യാം. ഞാൻ ഒമേഗിൾ പറഞ്ഞിട്ടാ മതി, അപ്പോഴേ മനസ്സിലാവുള്ളൂ ഓർമ്മ. എന്തെന്നറിയാമോ, ഞാൻ കടയിരുന്നടാ കാവടിക്ക് ഒരു എടാ ഇതൊക്കെ നമ്മൾ വായിച്ച മെസ്സേജാണ് വായിക്കുന്നത്. അനന്തു ചേട്ടന്റെ ഡാൻസ് ഞാൻ എപ്പോഴും കാണും, ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റെപ്പൊക്കെ സീന്. താങ്ക് യൂടാ. സ്റ്റെപ്പൊക്കെ പിന്നെ ഇത് നോക്കി പഠിക്കണേണ്. എന്തായാലും താങ്ക്സ്. അയ്യോ ഇവന് കോപ്പി പേസ്റ്റ് ചെയ്യണം. എനിക്ക് അറിഞ്ഞൂടാ. നമ്മള് വായിക്കണ പറഞ്ഞു. ബ്രോയുടെ ഫോളോവർ ആണ്. നെയിം അബീൽ എന്നൊന്ന് ഹായ് പറയുമ്പോ പറടാ. ആര് പേര് പറഞ്ഞ എന്റെ ഫോളോന്ന് കടയാണല്ലോ. അടിച്ചിന്റെ കവാലം പൊടിക്കണല്ലോ. എന്നെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിട്ടു ഞാൻ. പിള്ളേരെ കളിയാക്കണോ? എടാ കൊറേ മെസ്സേജ് കൊറേ ഉണ്ടോ നീ? അതെ, ചിരി കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഓർമ്മ ഇനി കണ്ണാടി നോക്കി ഇനി പ്രവർത്തനമായിരിക്കും. അനന്തു എടാ നിങ്ങളുണ്ടല്ലേ, നമ്മളിങ്ങനെ മെസ്സേജ് വായിക്കില്ല നിങ്ങൾ പരാതി പറഞ്ഞല്ലേ. നമ്മളിങ്ങനെ നീളുള്ള മെസ്സേജ് നമുക്ക് പെട്ടെന്ന് കണ്ണി മനസ്സിലായ. അതിങ്ങനെ നീളുള്ള മെസ്സേജ് അടിക്കുക. അല്ലാതെ ഹായ് എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ചെയ്യപ്പോണ്ടല്ലോ. നമുക്ക് ലോങ് വരപ്പം കുറച്ച് എഴുതി കനത്തിൽ വരപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ വായിക്കണം. അല്ല മനപ്പൂർവ്വം നിങ്ങൾ ഇവിടുന്നല്ല. എനിക്കൊരു ഫോണ് തരുമോ? എന്റെ ഫോണിൽ ഇത് അവിടെ ഫ്രണ്ട് മറ്റേ ലേസർ മാറി 25,000 രൂപ ഞാൻ എങ്ങനെ ചെയ്യുന്ന പറഞ്ഞോണ്ടിരിക്കുന്നത്.
കാണാൻ ലുക്ക് മാത്രമേ ഉള്ളൂ, പിച്ചക്കാരനാണ്. ഞാനൊരു ലൈവിൽ വരട്ടെ. ഗ്ലാസ് വെച്ച ചേട്ടൻ സൂപ്പറാണ്. ഏത് ഗ്ലാസ്? നമ്മുടെ ഇതിൽ രണ്ടിനും ഗ്ലാസ് ഇല്ലടാ. എടാ എന്തോടെ പറയപ്പോ ഒരു ലോജിക്കൽ മര്യാദയ്ക്ക് മനസ്സിലാണില്ല പറ. രണ്ടുപേരും കൂടെ വെച്ച് പറയല്ലേ. ഞാനൊരു ലൈവിൽ വരട്ടെ ബ്രോ. ബാടാ വാ, അടിപൊളിയായി. എന്തെന്ന് ഡേ പുണ്ടേ അനന്തു എവിടെ കാണാനില്ലല്ലോ. നിന്റെ കൂട്ടുകാരനായി കൂടെ പഠിച്ചിരിക്കും. ഈ കൂടെ പഠിച്ചവന്മാർക്ക് മാത്രമേ ഇങ്ങനെ പറയുള്ളൂ. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? കൊച്ചു പറയാനുണ്ടോ പറയണം. ഇല്ല നമ്മള് കഴിച്ചില്ലടാ. നമ്മളിനി എടാ ഇപ്പോഴും ലൈവിൽ 119 രൂപ. ഇവർക്കാർക്ക് ഉറക്കില്ലടാ. ഞാൻ കാര്യം പറയട്ടാ, ഇതിപ്പോ ലൈവ് പോണ ഇടയിൽ നമ്മൾ എങ്ങനെയുള്ള ഫോളോ ചെയ്യണത്? ഇത് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്ത് പറ, അടുത്ത ലൈവിൽ എന്ന് പറ. ഇതിപ്പോ നമുക്ക് ഫോളോ ചെയ്യും. കുറച്ച് കൊറേ നേരം കൊണ്ട് ചോദിക്കുന്നു. നേരത്തെ പറഞ്ഞ പയ്യൻ അതോട് അനന്ത് ചേട്ടനെ ഞാൻ ഇന്നലെ കിള്ളി വെച്ച് ഹായ് കാണിച്ച് ഓർമ്മയുണ്ടോ? സൂപ്പർ എന്റെ അടുത്താണ് ഓർമ്മയുണ്ടാ ഇവിടെ. യുവർ ഡാൻസ് സൂപ്പർ, താങ്ക് യു ബ്രോ. എടാ ഞാൻ മറന്ന എടാ നീ മനസ്സിലായടാ. നീ എനിക്കൊരു ചെറിയ ഫോട്ടോ ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും. എടേ റിജി വന്ന് ഹൈ ഗൈസ് മന്തി കഴിക്കാൻ പോകാം. നല്ല തീരുമാനം. പോണെങ്കി പോവാം. എവിടെ? കഴക്കൂട്ടം പോണം. കഴക്കൂട്ടം വരെ പോണം. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. നീ വണ്ടി എടുക്കുമെങ്കിൽ നമ്മൾ വരാം. കാർ എടുത്തുണ്ടോ? നിന്നെ ഞാൻ വിളിക്കാം. എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. പൈസക്ക് ആയിരിക്കും. വേറെ ആവശ്യം ബ്രോ. ഇപ്പൊ മീറ്റ് ചെയ്യാൻ എന്താ? ഇപ്പൊ മീറ്റ് ചെയ്യുമ്പോ എനിക്ക് ഇതായിരിക്കോടാ. ഇതായിരിക്കും. മനസ്സിലായ? ലൈവാ ഇതായിരിക്കും. അക്സെപ്റ്റ് ചെയ്യാനാ? എന്റെ ലൈവേ അവൻ എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ അവനെ വലിഞ്ഞേറിയണമെന്ന് ഇരിക്കുന്നത്. എന്റെ മക്കൾക്ക് ആനന്ദുവിന്റെ ഡാൻസ്. അയ്യോ താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ സ്ഥലം എവിടെയാ? ചേച്ചിയുടെ പേരെന്താ? ആതിരി എവിടെ പോയടാ? പോയി ചേച്ചി പോയി. ചേച്ചി അന്തു ചേട്ടാ ഹായ് രാഹുലേ. നിങ്ങളൊരു സംഭവം തന്നെ ഒരു സമയം കട ഡാൻസ് സമ്മതിച്ചു എന്നെയാണോ? താങ്ക് യു ബ്രോ. ഒരുത്തനെ പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ വരരുത് കേട്ടാ. ഞാൻ പോണേ എല്ലാം ഇതിന് നടക്കും. നന്ദു ചേട്ടന് സിനിമയിൽ എടുത്തുകൂടെ? സിനിമ നോക്കിക്കൂടെ? അല്ലെ എന്നെ എടുക്കള വരെ. നന്ദു ചേട്ടന് സിനിമ നടൻ ശരത്തിനെ പോലെ ഉണ്ട്. ശരത്ത് മറ്റേ ബിഗ് ബോസിൽ മറ്റേ വെളുത്തിനെ കാണിച്ചവനാണോ? നന്ദു ചേട്ടന്റെ സൈഡിൽ ഇരിക്കുന്ന ചേട്ടന്റെ സ്മൈൽ കാണാൻ കൊള്ളൂലെന്ന്. അത് ചോദിക്കട്ടെ. 2 ചേട്ടന്മാര് ഇങ്ങനെ നടന്ന് മതി. 2 ചേട്ടന്മാര് രസം നടന്നാ മതിയോ? അവിടെ ഗവൻ കെട്ടിയാലും എനിക്ക് പെണ്ണിട്ടോളൂ. അത് ഇവിടെ ഇവിടെ ഭയങ്കര കർശകനമായ നിയമമാണ്. ഇത് തട്ടി കെട്ടണമില്ല. ഇന്നലെ പൂജപ്പരയിൽ വെച്ച് കണ്ടു നിങ്ങളെ ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ. ചെയ്യണ്ടെന്ന് വെച്ചു. എന്റെ പൊന്നെ ബ്രോ ഇങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ ഇഷ്ടം വരില്ല. നിങ്ങൾ വരൂ ഒന്ന് സംസാരിക്കാം. നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങളൊന്ന് സംസാരിക്കണം. നമുക്കെന്തൊരു ഡിസ്റ്റർബ് ഇല്ല. നമുക്കിതൊക്കെയാണ് ഇഷ്ടം. നിങ്ങൾ സംസാരിക്കുമ്പോ നമുക്ക് ഇനിയും വീഡിയോ ഞാനും അവന് വരുമ്പോഴേ നമ്മളവിടെ ഇങ്ങനെ ഒരുമാതിരി എന്തോന്ന് പറയാ, നമ്മള് പരിപാടിയാണെന്ന് തന്നെ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമ്മുടെ ആരെങ്കിലും സംസാരിക്കുക, നമ്മൾ അവരുടെ സംസാരിക്കുമ്പോൾ നമുക്ക് അപ്പോഴും അവിടെ ഒരു കമ്പനി ആവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കാണണമല്ലോ നമ്മൾ സംസാരിക്കുന്ന അടുത്ത് നമ്മൾ നല്ല കമ്പനിയാവും. അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ഒരു ജാട ടൈമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇനി വീഡിയോ എടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലാവും. ഓരോരുത്തരും സംസാരിക്കുമ്പോൾ മെയിൻ കാര്യമാണ് നമുക്ക് കുറച്ചും കൂടെ വീഡിയോ എടുക്കാനൊക്കെ ആവും. ഫാൻ ഇട്ടല്ല ചേട്ടാ മീശ പിരിക്കുമെന്ന്. എടാ അതിനോടൊന്നും ഇല്ല. ഓടാ പിരീഡാ ഇല്ല പോടാ പിരീഡാ ഇല്ല. വേറെ ആരെങ്കിലും പറയണേ ഞാൻ വാ തുറക്കണം. വീശ അടിക്കാൻ പറയുമ്പോ കോഴിയാ ഇവ പണ്ടേ കോഴിയാണ് എനിക്കറിയാം. ബ്രോ പൊന്മുടി വെച്ച് അനന്ത് ബ്രോനെ കണ്ടു. ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ട്. എടാ എന്റെ ജീവിതത്തിന് ഏതൊരു പൊന്മുടി പോയിട്ടില്ല. നീ എവനായിരിക്കും എന്നെയായിരിക്കും എന്നെ മനുഷ്യനെ കണ്ടാണല്ലോ. അതുകൊണ്ടായി. അനന്ത് ബ്രോ ലുക്കല്ലേ സൂപ്പറാണ്. ബിഗ് ഫാൻ ബ്രദർ. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. നമ്മൾ തമ്മിൽ മാറിപ്പോകും. അതെന്തോടെ എന്റെ പേരാണ് നന്ദു, ഇവന്റെ പേര് അനന്തു. ഇവൻ ഡാൻസ് കളിക്കും. നന്ദു മീശയില്ലാത്ത അനന്ത്. അത്ര മാത്രം സിമ്പിൾ. ഇതിൽ കൂടെ
വേദനയോടെ പറയും സൈഡിലുള്ള അണ്ണാച്ചി ആര് അപ്പാരി ശരത്തിനെ പോലെ അവൻ തന്നെ അപ്പാരി ശരത്തിനെ പോലെ ഉണ്ടോ നോക്കല്ലേ നീ എന്നെ. നന്ദു ചേട്ടാ പൊളി ഒരു ഹായ് പറയാവോ ചേട്ടാ? എന്റെ നെയിം റോഷിനി. ഹായ് റോഷിനി. നന്ദു ചേട്ടന് ഇഷ്ടമുള്ളവരെല്ലാം അക്കൗണ്ട് കയറി ഫോളോ ചെയ്ത് കേട്ടോ. വീഡിയോ നല്ല നല്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ബ്രോന്റെ കൂടെ ഡാൻസ് കളിച്ചോട്ടെ. ഓ കമോൺ ബ്രോ, മെസ്സേജ് അയക്ക്. വീട് വന്നിട്ട് കാട്ടകളാണ് ബ്രോ. അനന്ത് സൈഡിലുള്ള അണ്ണാച്ചി ആര്? അമ്മനോട് സൈഡിലുള്ള അണ്ണാച്ചി ആര്? അനന്ത് അണ്ണാച്ചിയാ? എടാ എന്താ ഊക്കണാണ് എന്നെ വിളിച്ച് ചെയ്തിട്ട് ഞാൻ പോണെ അറിഞ്ഞു. പ്രണയി അവന്റെ കൊച്ചു മെസ്സേജ് അവൻ പോയ കള്ളാൻ പോളെ എനിക്ക് കണ്ടൊന്നുമില്ല. രണ്ടുപേര് സൂപ്പറാണ് കേട്ടോ. താങ്ക് യു ബ്രോ. അവൻ കോപ്പി പേസ്റ്റ് ചെയ്ത് അയച്ചോണ്ടിരിക്കും. മലബാർ ബൈറ്റ്സിൽ വെച്ച് കണ്ട MC ഡൊണാൾഡ് പാർട്ട് ടൈം ജോബ് ട്രൈ ചെയ്തത് മറന്നു. സത്യമായിട്ട് മറന്നു ബ്രോ. എടാ നമ്മളന്ന് വെച്ച് കണ്ടില്ലടാ മറ്റേ മലബാർ വെച്ചിട്ട് നിനക്ക് ജോബ് വേണ്ടി പാർട്ട് ടൈം ആയിട്ട് പോയി ഓർമ്മയുണ്ടോ? പട്ടത്തിന് നേരെ ഓപ്പോസിറ്റ് ആ സമയത്ത് നമ്മളാ നിനക്ക് പാർട്ട് ടൈം ആയിട്ട് കയറാൻ വേണ്ടി ആ പയ്യൻ മനസ്സിലായി. മറ്റേ ജോലിക്ക് നിന്ന പയ്യൻ അതാണോ? ഓ മനസ്സിലായി. അവനായിരുന്നു ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. പാവം. മനസ്സിലായി. ചേട്ടാ ഏട്ടാ വിളി അടുത്ത് വരുമോ? ഞാനൊരു ചലഞ്ച് തരാന്ന്. ചലഞ്ച് ഞാൻ അടുത്തരാം. ചലഞ്ച് തരാം. ഇപ്പൊ പറഞ്ഞു ചലഞ്ച് പറയണ. ലാലേട്ടനെ BGM ഇട്ടുകൊണ്ട് മീശ പിരിക്കുക. എന്റെ പൊന്നെ പോയിട്ട് അതിലൊന്നും ഇല്ല. 4-3-7 കൂടെ ഉണ്ട്. നിനക്ക് ഞാൻ മീശ പിരിച്ചു തരുന്നു. ഇങ്ങനെ ഊക്കണയാണെന്ന് എനിക്ക് മനസ്സിലായി. തോർത്തിട്ട് ചൂടുള്ളത് തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കാണ് മീശ കഴിയുന്നത്. ഇല്ല അത്രയൊന്നും ഇല്ല. ഇല്ലാത്തിനെ കാട്ടില്ലല്ലോ ഇത്രയെങ്കിലും ഉണ്ടല്ലോ. തിരിച്ചറിയാൻ വേണ്ടിയാണോ മീശ വളർത്താത്ത? സംഭവമാണ്. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ ആശ്വസിക്കും. ദിവസം കണ്ടു. അപ്പൊ ഞാൻ ഹായ് പറഞ്ഞു. ചേട്ടൻ അങ്ങനെ വേണ്ടി ആരെയാണ് എടാ ഞാൻ ഡാൻസ് കളിക്കുമ്പം ഈ സാധനം വെക്കൂല. ഈ സാധനം അപ്പൊ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റൂല. അതാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണോട്ടെ. ഞാൻ നെയ്യാറ്റിൻകരാണ് ബ്രോ. ആണോ? നമ്മുടെ നാട്ടുകാരിയാണല്ലോ. ചേട്ടന്മാരെ ഫോളോ ചെയ്യാമോ? ഓ അക്കൗണ്ട് പിൻ ചെയ്ത അക്കൗണ്ടിൽ ഫോളോ ചെയ്ത് നിർത്തിയല്ലോ ലൈവ്. ഓക്കെ നിർത്താം. അപ്പൊ ഗായ്സ് ഒരുപാട് ഇവിടൊക്കെ വന്ന് നടക്കാം. ചേട്ടന്മാരെ മൈൻഡ് ആക്കോ കുറെ നേരം. എടാ അത് വായിടാ. ചോദിക്കുന്നു എന്താ എന്നെ മാത്രം അതിൻ്റെ അകത്ത് പ്രിൻസ്. സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഇങ്ങനെ കുറേ മെസ്സേജ് അയച്ചപ്പം പെട്ടെന്ന് കണ്ണ് എന്തൊരു എന്താ പറയുക കൊളുത്തി. അതെ കാവടി പിക്സ് സെൻഡ് ചെയ്യുമോ? എടാ കുറേ ഫോട്ടോ കുറേ പേരെന്ന് ചോദിച്ചാൽ ഞാൻ കാവടി ഫോട്ടോ അയച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ എല്ലാം ഡിലീറ്റ് ആക്കി. എന്നെ ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ എല്ലാം ഡിലീറ്റ് ആക്കി. കുറേ പേര് ചോദിച്ചവർക്കെല്ലാം ഞാൻ വീഡിയോ അയച്ചിട്ടുണ്ട്, ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റ എടുത്തപ്പോൾ മുതൽ അനന്ത് ചേട്ടൻ്റെ ഡാൻസ് കാണാറുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ചേട്ടൻ്റെ ഡാൻസ്. കാണാൻ പറ്റുമോ? ചേട്ടൻ്റെ ഡാൻസ് ഒരു ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടു. കളിച്ചു. താങ്ക് യു. പേര് വായിക്കാന്ന് വിചാരിച്ചാൽ എനിക്ക് മനസ്സിലാവണില്ല. പേരെന്നോട് ടൈപ്പ് ചെയ്തിട്ട് താങ്ക് യുടാ. അഭിജിത്ത് ഇതൊന്ന് വായിക്കും. കേശവ നിനക്ക് ദോശ തിന്നാൻ ആശയുണ്ടെങ്കിൽ ഓക്കെ എടാ സംഭവം ഇത് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുമ്പോഴേ മെസ്സേജ് വരുമ്പോ ഇങ്ങനെ മേളിൽ കയറി. കേശവ നിനക്ക് ദോശ തിന്നാൻ ആശയുണ്ടെങ്കിൽ ആശയുടെ മേശയിൽ നിന്നും കാശ് എടുത്ത് കാശിയിൽ പോയി ദോശ തിന്നടാ കേശവ. എന്റെ പൊന്നു ബ്രോ കിട്ടില്ല തന്നെ കേട്ടോ. വിഷയം എവിടെ നിന്ന് കിട്ടി? ഇനി മേലല്ലേ കാണല്. കേശവ നിനക്ക് ദോശ തിന്നാൻ ആശയുണ്ടെങ്കിൽ ആശാന്റെ മേശയിൽ നിന്നും കാശെടുത്ത് കാശി വായിൽ വേറെ പോലെ പോയി. എല്ലാവരും ലൈക്ക് അടിക്കണേ ഗൈസ്. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കണേ. ഈ കാണുന്ന 86 പേരും മൈൻഡ് ചെയ്യോ? ഫാർവിൻ എടാ നിന്നെ എത്ര വട്ടം മൈൻഡ് ചെയ്യണോടാ? എടാ എന്തെങ്കിലും ചോരടാ. എന്തായാലും ഇവിടെ ലൈവ് വർഷേച്ചി. അത് പ്രിൻസ് അല്ല ചേട്ടാ. പ്രിൻസി അല്ല ചേട്ടാ പ്രിൻസി ആണല്ലേ. താങ്ക്സ് എന്നെ മൈൻഡ് ആക്കിയാണ്.
ഹലോ നന്ദു ചേട്ടാ, ഒരു ഹായ് പറയാമോ? ബിഗ് ഫാൻ ആണ്. ആരെടാ പേര് വായിക്കട്ടോ കൊച്ചിന്റെ? ഞാൻ അത് പോണത് വിളി പ്രത്യേക ഹായ്, താങ്ക് യു, നല്ല ഹാർട്ട്. പിന്നെ ചേട്ടന്റെ ഡാൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് വായിക്കാൻ നിനക്കെന്തൊരു സുഖക്കുറവ്? അത് എന്നെ അല്ലല്ലോ പറയണത്, നിന്നെ പറയണം. അവിടെ ചേട്ടൻ ഒരു ഹായ് പറയാമോ? ഹായ്. അപ്പൊ ഗൈസ് നമ്മൾ നിർത്തുകയാണ്, കാരണം ഫോണിൽ ചാർജുമില്ല, ഫോണ് പഴുത്ത് പരുവായി. എനിക്ക് നല്ല വിശക്കുന്നുമുണ്ട്. അപ്പൊ ഗൈസ് അപ്പൊ ഇത്രേ ഉള്ളൂ. നാളെ ഇല്ലടാ, എന്ന് പറഞ്ഞാൽ നാളെ ഇടുമല്ലേ? നാളെ വീട് വരും. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇത് കൊള്ളാലേ. വെറുതെ ലൈറ്റ് ഇട്ട് അതെ ഇങ്ങനെയുണ്ട് ഗൈസ്. ലൈറ്റ് അണയും കത്തും, കത്തും അണയും, കത്തും അണയും, അണയും കത്തും, അണയും. നീ ഏത് പെണ്ണിന്റെ കൂടെ പ്രമേയം? അയ്യോ എന്റെ പൊന്നു ചേച്ചി, അത് പറഞ്ഞു ചെയ്യിപ്പിച്ചേടെ ചേച്ചി. ഞാൻ വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞ അമ്മേരെ എന്നെ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ് ചേച്ചി. എനിക്ക് ലൈനില്ലാന്ന് ഞാൻ 100 വട്ടം പറഞ്ഞു. ഞാൻ അമ്മരത്ത് പറഞ്ഞു ചേട്ടാ വേണ്ട ചേട്ടാ, ശരിയാവൂല ചേട്ടാ. പക്ഷെ കേട്ടില്ല. തൗഫിക് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു, എടാ രക്ഷ അവന്മാര് ഇത്തിരി കയറി പോട്ടത്തിൽ പറയണമെന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ നമ്മളങ്ങനെ പറയാതിരിക്കണം അല്ലേ? എന്നാലും നിനക്ക് പെണ്ണില്ലെങ്കിൽ പെണ്ണില്ലാന്ന് തന്നെ പറയണം. പെണ്ണില്ലാന്ന് തന്നെ പറയണം. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാക്ഷി. ചേട്ടാ എന്നെ ഫോളോ ആക്കോ? യെസ്, ഉറപ്പായിട്ടും വിശ്വസിച്ച്. ഓക്കെ, വിശ്വസിച്ചാ ഇപ്പൊ സുന്ദരന്മാരായി. അല്ലെങ്കിലും സുന്ദരനാണ്. വിശ്വസിച്ച ഇവള് ഭയങ്കര ഊക്കിലാണല്ലേ സാന്ദ്ര സൂര്യ. ഇപ്പൊ സുന്ദരന്മാരായി. നീ എന്നെ മനപ്പൂർവ്വം നമ്മൾ ഊക്കുന്നതാണ് ഗൈസ്. അത് ഫിൽറ്റർ. ബ്രോ, അനന്തു സൈഡിലിരിക്കുന്ന ചേട്ടനെ കാണാൻ അടുത്തുള്ള ദിലീപ് കിളവനെ പോലെയുണ്ട്. നിന്നെയാണ് പറയണേ. എടാ നിന്നെയൊക്കെ ഞാൻ എന്ത് ചെയ്തടാ എന്നെ വന്ന് ഊക്കാൻ വേണ്ടിട്ട്? ഞാൻ ഇവന്റെ ലൈവിൽ വലിഞ്ഞിരുന്ന് ഓക്കെ, അതെന്റെ തെറ്റാണ്. ഒരുപാട് നാളെ ലൈവ് കയറിയിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ അധികം കയറില്ലാന്ന്. പക്ഷെ പിള്ളേർക്കൊക്കെ നല്ല മഹിപ്പാണ് കേട്ടോ. താങ്ക് യു ഗൈസ്, ലവ് യു ഓൾ. ചേട്ടാ മറ്റേ വയറിൽ മറ്റേ അതേത് സോങ്? വയറിലെ സോങ്. യുവർ വീഡിയോ എഡിറ്റർ പ്ലീസ് ക്യാപ് കട്ട്. അല്ല ആപ്പാണ് ക്യാപ് കട്ട്. എഡിറ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ എഡിറ്റ് ചെയ്യണത്. അപ്പൊ ഓക്കെ ഗൈസ്, ഡയറക്ടർ നമ്മളതിനെയല്ല. ബൈ. കുറെ നാളെ ലൈവ് കയറിയിട്ട് അങ്ങനെ ചുമ്മാ കയറാം. ഞാൻ 200 ആകുമ്പോൾ കയറാന്ന് വിചാരിച്ചു. പിന്നെ കെയർ ചെയ്തു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചിന്തിച്ചൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്തെങ്കിലും പറയണോ? ഹലോ ചേട്ടാ, യുവർ ഡാൻസ് ഈസ് ഓസം. താങ്ക് യു ബ്രോ. റോയൽ ഫാൻസ് 58-21. താങ്ക് യു. ഞാൻ തുറങ്ങൂല. ഓക്കെ ഗൈസ്, അപ്പൊ സോറി ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ലൈവില് വരാം. സിബ്ലിങ്സ് ആണ്. യെസ്, ഓൺ ബ്രദർ. അനന്ത് ബ്രോ റിക്വസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. പോണം ബ്രോ. അന്ത് ചേട്ടൻ സൂപ്പറാണ്. അതൊന്നും കറന്നു വേണ്ട, എടുത്ത് കളയാം. ചേട്ടനെ ഫോളോ ചെയ്യണം. അന്ത് ചേട്ടൻ സൂപ്പറാണ്. താങ്ക് യു. അപ്പം ശരി, പോയാലോ ഗൈസ്? നിങ്ങൾക്ക് അപ്പൊ ഗൈസ് നമ്മള് നാളെ ഒരു വീഡിയോ ഇടും. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. നമ്മളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മളതൊരു വീഡിയോ ആക്കി ഇടും. നിങ്ങളെ പേരും പറയും. ഇന്ന ആള് ചോദിച്ചു, നിങ്ങളെ പേര് പറയുമ്പം ഈ മറ്റേ എക്സും ഇക്സഡും വൈ ഒന്നും എടുത്തിടാതെ നിങ്ങളെ പേര് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേര് പറഞ്ഞ് നമ്മളിടും. ഓക്കെ, യെസ്. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ. ഡാൻസ് കളിക്കും. കളിക്കാം. ഇവിടുന്ന് കാട്ടാട പോയി കളിക്കാൻ സമയം കിട്ടില്ല. പിന്നെയാണ് ഓച്ചത്. ആകെപ്പാട് ഞായറാഴ്ച ദിവസം ഇറങ്ങി കിട്ടും. ചേട്ടാ വൈബാണ്. ചേട്ടൻ വൈബാണ്. എന്ന് ലൈവ് ഇട്. എന്ന് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വർക്കോടാ. സത്യം പറഞ്ഞാൽ എന്ന് ലൈവ് ഇട്ട് ഇവന്റെ റീൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ കളഞ്ഞിട്ട് പോകും. അങ്ങനൊന്നുമില്ല. ഞാൻ ഇങ്ങനെ മീശ എന്താ വരാത്തെ? ഓക്കെ ബൈ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ ഞാൻ അടുത്ത എപ്പോഴെങ്കിലൊക്കെ ലൈവിൽ വരുമ്പോ മീശ വരാത്തത് 23 വയസ്സായി കേസവന്. 23 വയസ്സുണ്ട് അവന്. മീശ മാറട്ടെ. അതെ ശരി, മീശ വരണ്ടേ? ബൈ ബൈ ബൈ. ചുമ്മാ